വിശാലമായ മുറ്റം, ചുറ്റും മതിൽ കെട്ടിത്തിരിച്ച് ഭംഗിയായി ഡിസൈൻ ചെയ്ത ഗാർഡൻ, പലതരത്തിലുള്ള പൂവുകൾ, അലങ്കാര മത്സ്യങ്ങൾ നീന്തിത്തുടിക്കുന്ന ചെറിയൊരു കുളം. അത് ടൈലുകൾ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. അതിനിരുവശത്തുമായി പോകുന്ന വഴിത്താര ഒരു ഇരുനില വീടിന് മുന്നിൽ അവസാനിക്കുന്നു. ഉമ്മറത്തൊരു കാറ് കിടക്കുന്നു. ഇറ്റാലിയൻ മാർബിൾ വിരിച്ച സിറ്റ് ഔട്ട്, തേക്കിൽ പണിത ഫ്രണ്ട് ഡോർ ചിത്രപ്പണികൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. അടിഞ്ഞുകിടക്കുന്ന വാതിലിൽ നോക്കി പുറത്തെ റോഡിൽ അയാൾ ഏറെ നേരമായി നിൽക്കുന്നു. ആരെയോ കാത്തെന്ന പോലെ ഏറെ നേരം അതേ നിൽപ്പ് നിന്നു അയാൾ. അപ്പോൾ അയാൾ പ്രതീക്ഷിച്ച ആള് ആ വലിയ വീടിന്റെ മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. അയാൾ കാറിൽ കയറി മുറ്റത്തിന് വലം വെച്ച് ഗേറ്റിനടുത്തെത്തിയപ്പോൾ അത് തനിയെ തുറന്നു. കാറ് പുറത്ത് കിടന്നപ്പോൾ അത് തനിയെ അടഞ്ഞു. കാറ് വലതുവശത്തെ റോഡ് മാർഗം അതിവേഗം പാഞ്ഞു പോകുമ്പോൾ അതുവരെ അവിടം നിരീക്ഷിച്ചു കൊണ്ടിരുന്നയാൾ അതിവേഗം അവിടെയിരുന്നൊരു ബൈക്കിൽ കയറി കാറിനെ പിന്തുടർന്നു. ശിശുപാലൻ സന്തോഷത്തിലായിരുന്നു. പുതുതായി വാങ്ങിയ സ്ഥലത്ത് പണിയാൻ തുടങ്ങുന്ന വീടിന്റെ സ്കെച്ച് ഇപ്പോഴാണ് കിട്ടിയത്. ഒപ്പം അത് പണിയാനുള്ള പുതിയ കോൺട്രാക്ടറെയും. ആളെ നേരിൽ കണ്ടിട്ടില്ല, പേര് മാത്രം അറിഞ്ഞു. ഒരു സുധാകരൻ. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഒരു പുതിയ പ്രോപ്പർട്ടിയിൽ വന്ന് കാണണമെന്ന് പറഞ്ഞതിൽ പ്രകാരം പോവുകയാണ്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 49 സെക്കൻഡ്. ശിശുപാലന്റെ കാറ് ഒരു വിശാലമായ സ്ഥലത്തെത്തി. മുറിച്ചു വിൽക്കാൻ അളന്ന് തിരിച്ചിട്ടിരുന്ന സ്ഥലമാണ്. അതിൽ കുറേ സ്ഥലങ്ങൾ വിറ്റുകഴിഞ്ഞിരുന്നു. ഇനി ബാക്കി 2-3 കഷ്ണം മാത്രമേ ബാക്കിയുള്ളൂ. ശിശുപാലൻ താൻ വാങ്ങിയ സ്ഥലം ഒന്ന് നോക്കി. പക്ഷേ അയാളുടെ കണ്ണുകൾ വട്ടം ചുറ്റിക്കൊണ്ടിരുന്നത് ബാക്കി വിൽക്കാതെ കിടക്കുന്ന സ്ഥലത്തായിരുന്നു. കൃത്യം 5 മണി. ശിശുപാലന്റെ അരികിൽ ഒരു ബൈക്ക് വന്നു നിന്നു. അതിൽ നിന്നും ഒരു മധ്യവയസ്കൻ ഇറങ്ങി. അയാൾ കട്ടിച്ചിലുള്ള കണ്ണട വെച്ചിരുന്നു. നരപടർന്ന മുടിയിഴകൾ, കനം കുറഞ്ഞ മീശ. ശിശുപാലനെ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ സുധാകരൻ. ചെറിയ ചെറിയ കോൺട്രാക്ട് പണികളൊക്കെ എടുത്ത് ചെയ്യുന്നു. നാട് കുറച്ച് വടക്കാണ്. ശിശുപാലൻ അയാളെ അടുമുടിയൊന്ന് നോക്കിയിട്ട് വിലയിരുത്തി. കണ്ടിട്ട് വലിയ കുഴപ്പം തോന്നിയില്ല. ഒരു അപ്പാവി. ശിശുപാലൻ നേരെ വിഷയത്തിലേക്ക് കടന്നു. ഇതെന്റെ മുതലാളിയുടെ സ്ഥലമാണ്. അദ്ദേഹം ഇപ്പൊ ഇവിടെയില്ല. അദ്ദേഹത്തിന്റെ നിർദ്ദേശം ഏകദേശം ഒരു 70 ലക്ഷമാണ് ഇതിന്റെ എസ്റ്റിമേറ്റ്. ഇപ്പോൾ ഒരു 15 ലക്ഷം റെഡി ക്യാഷ് കൈ തരും. പ്ലാനും ഫുള്ള് പണി തീരുമ്പോൾ ബാക്കി മുഴുവൻ തുകയും ഒരുമിച്ച് തരും. അത് അദ്ദേഹം മലേഷ്യയിൽ നിന്ന് വന്നിട്ട്. കൂടുതൽ ചിലവുകൾ വന്നാലും കുഴപ്പമൊന്നുമില്ല. അതെല്ലാം നിങ്ങൾ കൃത്യമായ കണക്കുകൾ എഴുതി വെച്ച് എന്നെ ഏൽപ്പിച്ചാൽ മതി. ഒപ്പം ഒരു കരാറും. സമ്മതമാണേ ടോക്കൺ ഇപ്പോൾ തന്നെ കൈമാറാം. എന്താ? പിന്നെ ഒന്നും ആലോചിക്കലില്ലായിരുന്നു. അയാൾ ശിശുപാലൻ കൊടുത്ത മുദ്രപത്രത്തിൽ സൈൻ ചെയ്തു കൊടുത്തു. ടോക്കണായി 1 ലക്ഷം രൂപയും കൈപ്പറ്റി. 2 ദിവസത്തിനുള്ളിൽ പണി തുടങ്ങാൻ റെഡിയാണെന്ന് ഉറപ്പുകൊടുത്തു. താൻ വന്ന ബൈക്കിൽ തിരിച്ചുപോയി. കണ്ണിൽ കുറുക്കന്റെ കൗശലവും ചുണ്ടിലൊരു ചിരിയുമായി ശിശുപാലൻ അയാൾ പോയ വഴിയിലേക്ക് നോക്കി നിന്നു. 2 ദിവസം കഴിഞ്ഞു. ശിശുപാലൻ പുതുതായി പണി തുടങ്ങാനുള്ള സ്ഥലത്തെത്തി. അവിടെ 4-5 പേർ തകൃതിയായി പണിയുന്നുണ്ട്. ഒരാൾ പ്ലാനിലുള്ള പ്രകാരം കുറ്റിയടിച്ച് കയറ് കെട്ടുന്നു. ഒരാൾ കയറേറ്റിയ ഭാഗത്തിലൂടെ വെള്ളപ്പൊടിയിട്ട് മാർക്ക് ചെയ്യുന്നു. പണികൾ ചെയ്യുന്നവരുടെ വേഗവും ആത്മാർത്ഥതയും നോക്കി നിൽക്കെ സുധാകരൻ തന്റെ ബൈക്കിലെത്തി. ശിശുപാലനെ നോക്കി ചിരിച്ച് ഭവ്യതയോടെ അയാളോട് സംസാരിച്ചു. ശിശുപാലനെ അയാൾ സാറെന്ന് വിളിച്ചപ്പോൾ അത് ശിശുപാലന് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല. ശിശുപാലൻ പറഞ്ഞു വെച്ചിരുന്ന 15 ലക്ഷത്തിൽ ആദ്യം കൊടുത്ത 1 ലക്ഷം കുറച്ച് ബാക്കി 14 ലക്ഷം രൂപ സുധാകരനെ ഏൽപ്പിച്ചു. സന്തോഷപൂർവ്വം ആ തുക കൈപ്പറ്റുമ്പോൾ തന്റെ കട്ടിച്ചില്ലുകൾ വെച്ച കണ്ണടയിൽ കൂടി സുധാകരൻ ശിശുപാലനെ നോക്കി ചിരിച്ചു. അപ്പോൾ ശിശുപാലന്റെ ശബ്ദം സുധാകരനെ തേടിയെത്തി. ഞാൻ കുറച്ചു ദിവസം നാട്ടിൽ കാണില്ല. ഒരാഴ്ച കഴിയും തിരിച്ചു വരാൻ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. ശിശുപാലൻ തിരിച്ചുപോയി കുറച്ചു കഴിഞ്ഞപ്പോൾ സുധാകരൻ പണിക്കാരിൽ ഒരാളെ അരികിൽ വിളിച്ചു. അയാളെ അന്നത്തെ പണിക്കൂലി എണ്ണി ഏൽപ്പിച്ചു. നാളെ ഞാൻ വിളിച്ചതിന് ശേഷം പണിക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞ് സുധാകരനും തന്റെ ബൈക്കിൽ കയറി തിരിച്ചുപോയി. കുര്യച്ചന്റെ വീട് മരണവീട് പോലെയായിരുന്നു. റാണിമോൾക്ക് പറ്റിയ ദുരന്തം. കുര്യച്ചൻ ഇപ്പോൾ പുറംപണികൾക്കൊന്നും പോകാറില്ല. വീട്ടിലൊതുങ്ങി. പുറത്തിറങ്ങിയ പലരുടെയും ചോദ്യങ്ങൾ. ചിലതിൽ കൊള്ളിവാക്കുകൾ കാണും. ചിലർ സഹതപിക്കുന്നത് പോലെ സംസാരിക്കും. പക്ഷെ അവരുടെ ചോദ്യങ്ങളിൽ കാണാം അവർ മനസ്സുകൊണ്ട് ആനന്ദിക്കുന്നത്. മറ്റു ചിലരുണ്ട്, അവർക്കറിയേണ്ടത് സംഭവം ഒരു കഥ പോലെ കേൾക്കാനാണ്. അതിലെ സുഖം അറിയുന്ന വർഗം. ആദ്യ ദിവസങ്ങളിൽ ചോദ്യങ്ങളിൽ ഒരു ആത്മാർത്ഥതയുണ്ടായിരുന്നു. പിന്നെ പിന്നെ അതൊരു വിനോദമാക്കിയവർ. ഒടുവിൽ സഹിക്കാൻ പറ്റാതായപ്പോൾ പറഞ്ഞുപോയി ഇനി വരരുതെന്ന്.
അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുര്യച്ചൻ അഹങ്കാരിയായി. കുര്യച്ചന്റെ അഹങ്കാരം കൊണ്ടാണ് മോൾക്കിത് പറ്റിയതെന്ന്. ഏലിയാമ്മയുടെ കണ്ണുകൾ തോർന്നിട്ടില്ല. റാണിമോളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചങ്ക് പൊടിയും. ആരോട് പരാതി പറയും? അറിയില്ല. ACP സിദ്ധാർത്ഥ് തരകന്റെ ബൊലേറോ ടൗണിലെ ബിൽഡിങ്ങിന് മുന്നിൽ വന്ന് നിന്നു. അതിൽ നിന്നും ഇറങ്ങി ACP നേരെ ഫ്ളാറ്റിന്റെ 6ാം നിലയിലേക്ക് നടക്കാൻ തുടങ്ങി. ഓരോ പടികൾ കയറുമ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുറ്റും പരത്തുന്നുണ്ടായിരുന്നു. ഒരു നുറുങ്ങിനു വേണ്ടി, കൊലയാളിയുടെ കയ്യിൽ നിന്നും വീണു പോകാവുന്ന എന്തെങ്കിലും ഒന്നിന്. 6ാം നിലയിലെത്തുമ്പോഴും ഉള്ളിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒടുവിൽ സെൽവൻ എന്ന ദിവാകരനെ കെട്ടിത്തൂക്കിയ സ്ഥലത്തും പരതി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിരാശ പടരുമ്പോൾ കണ്ടു, ദിവാകരനെ ഹാങ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള തൂണിനരികിൽ പൊടിയിൽ പാതിയോളം മൂടിയ നിലയിൽ ഒരു ലൈറ്റർ. ACP സിദ്ധാർത്ഥ് തരകന്റെ കണ്ണിൽ ഒരു തിളക്കമുണ്ടായി. പ്രതി അരികിലെവിടെയോ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത് പോലൊരു തോന്നൽ. പോലീസിന്റെയും അയാൾ തേടുന്നവരുടെയും ഓരോ നിശ്വാസവും അളക്കുന്ന ഒരാൾ. ഓർത്തപ്പോ ACPയുടെ കണ്ണുകൾ അറിയാതെ അവിടമാകെ ചുറ്റിത്തിരിഞ്ഞു. തന്റെ വണ്ടിയിൽ കയറി ഓഫീസിലെത്തുന്നതുവരെയും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിഴലായി എവിടെയോ മറഞ്ഞിരിക്കുന്ന കൊലയാളിയായിരുന്നു. ഓർമ്മയിൽ കുളിരുകോരുന്ന ഒരുതരം മരവിപ്പ്. ഓഫീസിലിരുന്ന് CI തോമസ് മാത്യുവിനെയും SI അനിൽകുമാറിനെയും വിളിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം ഒരുക്കിയിരുന്നു മനസ്സിൽ. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും CI തോമസ് മാത്യുവും SI അനിൽകുമാറും ACP സിദ്ധാർത്ഥ് തരകന് മുന്നിലെത്തി സല്യൂട്ട് ചെയ്തു നിന്നു. ഇരുവർക്ക് മുന്നിലേക്കുമായി തന്റെ കയ്യിൽ കർച്ചീഫിൽ പൊതിഞ്ഞെടുത്ത ലൈറ്റർ അദ്ദേഹം നീക്കിവെച്ചു. തന്റെ ഉള്ളിൽ പിടികിട്ടാതെ കിടന്ന ചോദ്യങ്ങളും അവർക്ക് മുന്നിൽ വെച്ചു. ഇത് പക്ഷേ വിദേശിയാണ്, വില കൂടിയതാണ്, റെയറാണ്. ലൈറ്ററിൽ പതിച്ചിരുന്ന സ്റ്റിക്കറിൽ അറബിയിൽ രേഖപ്പെടുത്തിയ അക്ഷരങ്ങൾ. പക്ഷേ തമിഴനായി കൂലിപ്പണി ചെയ്യുന്നവന്റെ കയ്യിൽ ഇത്തരം വില കൂടിയ ഇനം വസ്തുക്കൾ എങ്ങനെ വരും? അതും പേരും നാടും മാറ്റി ഒളിവിൽ കഴിയുന്നവനെ പോലെ ജീവിക്കുന്നൊരുവൻ. അവനോടൊപ്പം ഉണ്ടായിരുന്ന മുരുകൻ എന്നയാളും കണ്ടിട്ടില്ല ഇതുപോലൊരു ലൈറ്റ്. അപ്പോൾ ഇതാരുടെ? കാര്യങ്ങൾ ചിലപ്പോൾ കരയോടടുക്കുകയാകും. മറ്റു ചിലപ്പോൾ തോമസ് പറഞ്ഞ പോലെ ഇതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടാകാം. കാരണം ഈ കൃത്യങ്ങൾ ചെയ്യുന്ന ആൾ ഓരോന്ന് ചെയ്യുന്നത് തന്റെ ഇരയുടെ എല്ലാ വൈകൃതങ്ങളും അവനിൽ തന്നെ പരീക്ഷിച്ചാണ്, ഒരു അണുവിടാതെ. അപ്പോൾ ഇതിനു പിന്നിൽ ഒരു കഥ കാണും. ആ കഥയെന്ത്? ആര്? അടുത്തതാര്? ഇനി നമ്മുടെ മുന്നിൽ ഈ 3 ചോദ്യങ്ങളുണ്ട്. ഇതിലറിയേണ്ടത് അവസാന ചോദ്യത്തിന്റെ ഉത്തരാണ്. ആ ഉത്തരത്തിൽ അയാൾ ഉണ്ടാകും. തനിക്ക് പറയാനുള്ളത് പറഞ്ഞു തീർത്ത പോലെ ACP സിദ്ധാർത്ഥ് തരകൻ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. ഒരാഴ്ച കഴിഞ്ഞു. തന്റെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വൈകുന്നേരമായി. എന്നാലും മനസ്സിലൊരു പിടച്ചിൽ. പക്ഷേ പിടച്ചിലിന്റെ കാരണം മാത്രം പിടികിട്ടുന്നില്ല. ഒടുവിൽ ശിശുപാലൻ വീടുപണി നടത്താൻ ഏൽപ്പിച്ച സ്ഥലം കാണാനായി ഇറങ്ങി. അപ്പോൾ അയാളുടെ വീടിന് മുന്നിൽ കാത്തുകിടന്ന ബൈക്ക് ശിശുപാലൻ വീട് വിട്ടിറങ്ങിയ സമയം മുതൽ പിന്തുടരാൻ തുടങ്ങി. അയാൾ ഹെൽമറ്റ് വെച്ചിരുന്നു. വീടുപണിയുടെ പുരോഗതി അറിയാനുള്ള തിടുക്കമായിരുന്നു ശിശുപാലന്. കാറ് നിർത്തി. അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശിശുപാലന്റെ മനസ്സിടിഞ്ഞു. അവിടെ ആദ്യ ദിവസം താൻ വരുമ്പോൾ ചെയ്തിരുന്ന കയറ് വലിച്ചു കെട്ടിയതും പൊടിയിട്ടതും മാത്രം ബാക്കിയുണ്ട്. മറ്റൊരു പണിയും നടന്നിട്ടില്ല പണിസ്ഥലത്ത്. ശിശുപാലന്റെ നെഞ്ചിലൊരു വിങ്ങല് തോന്നി. 15 ലക്ഷമാണ് പോയത്. ശിശുപാലൻ വേഗം ഫോണെടുത്ത് സുധാകരന്റെ നമ്പറിലേക്ക് വിളിച്ചു. ആദ്യവട്ടം ഫോൺ റിംഗ് ചെയ്തതല്ലാതെ ആരും എടുത്തില്ല. 2ാം വട്ടം ഫോൺ എടുത്തു. മറുതലിക്കൽ ഒരു സ്ത്രീ സ്വരം കേട്ടു ശിശുപാലൻ. സുധാകരൻ എവിടെയെന്ന് തിരക്കിയപ്പോൾ ഇത് റോങ് നമ്പറാണെന്ന് പറഞ്ഞ് ആ സ്ത്രീ ഫോൺ കട്ട് ചെയ്തു. പിന്നെയും ശിശുപാലൻ വിളിച്ചപ്പോഴും ആ സ്ത്രീ അതേ മറുപടി തന്നെ പറഞ്ഞു. അപ്പോ ശിശുപാലന് സംശയമായി. താൻ വിളിച്ച നമ്പർ സുധാകരൻ തന്നതായിരുന്നില്ലേ എന്ന്. നമ്പർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് സുധാകരൻ ശിശുപാലന് അന്ന് കൊടുത്ത അതേ നമ്പർ തന്നെയായിരുന്നു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. അവിടെ ശിശുപാലൻ മാത്രമായി. അതൊരു ഒറ്റപ്പെട്ട സ്ഥലമായിരുന്നതിനാലും അവിടെ വേറെ വീടുകളില്ലായിരുന്നതിനാലും ആൾ സഞ്ചാരമില്ലായിരുന്നു. ഇരുൾ പരന്നു തുടങ്ങിയപ്പോൾ ശിശുപാലൻ പതിയെ കാറിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ ഒരു വണ്ടിയുടെ വെളിച്ചം ശിശുപാലനെ തഴുകിയെത്തി. ആ വെളിച്ചം ശിശുപാലനരികിലെത്തി നിന്നു. ലൈറ്റുകൾ അണഞ്ഞു. അതൊരു പഴയ മാരുതിയായിരുന്നു. നമ്പറില്ലാത്ത തുരുമ്പിച്ച ഒരു പഴയ വണ്ടി. അതിൽ നിന്നും ഒരാൾ ഇറങ്ങി. അയാൾ ശിശുപാലന്റെ അരികിൽ വന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന ആളെ മനസ്സിലാവാതെ പകച്ചു നിൽക്കുമ്പോൾ ശിശുപാലന്റെ മുഖത്തേക്ക് എന്തോ സ്പ്രേ ചെയ്തു. ശിശുപാലന്റെ കണ്ണുകളിൽ ഇരുൾ മൂടുമ്പോൾ അറിഞ്ഞു, വീണുപോകുന്ന തന്നെ ആരുടെയോ കൈകൾ താങ്ങുന്നത്. പഴയ മാരുതി ഇരുൾ മൂടി തുടങ്ങിയ വഴിയിലൂടെ വെളിച്ചത്തിന്റെ ഒരു തുരങ്കം തീർത്തുകൊണ്ട് വന്ന വഴിയിലൂടെ കുതിച്ചു. അതിന്റെ ഡിക്കിക്കുള്ളിൽ അബോധാവസ്ഥയിൽ ശിശുപാലനുണ്ടായിരുന്നു. വിജനമായ പ്രദേശം, കുറ്റിക്കാടുകളും ഇടയ്ക്കിടെ വലിയ വൃക്ഷങ്ങളും നിറഞ്ഞു നിൽക്കുന്ന
അവിടമാകെ ചീവീടുകളുടെ ശബ്ദം മാത്രം. അവിടെ കുറച്ചുള്ളിലേക്ക് നീങ്ങി പണ്ട് പാറ പൊട്ടിച്ചു കഴിഞ്ഞ് ഉപേക്ഷിച്ചു പോയൊരു പാറമട, വെള്ളം നിറഞ്ഞ് വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്നിടം. പാറമടയുടെ വക്കത്ത് ചെന്ന് നിന്ന കാറിൽ നിന്നും ഒരാൾ പുറത്തിറങ്ങി. ചുറ്റും സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച ശേഷം അതിന്റെ ഡിക്കിയിൽ നിന്നും ശിശുപാലനെ വലിച്ചു പുറത്തേക്കിട്ടു. പിന്നെ അയാളുടെ കൈകാലുകൾ ബന്ധിച്ച ശേഷം വണ്ടിയിൽ കരുതിയിരുന്ന ഒരു കുപ്പിയിലെ വെള്ളം അയാളുടെ മുഖത്ത് തളിച്ചു. ബോധമുണർന്ന ശിശുപാലൻ ചുറ്റും പകച്ചു നോക്കുമ്പോൾ മുന്നിലിരുന്നയാൾ അയാളുടെ തോളിൽ തട്ടി വിളിച്ചു. മുന്നിലിരുന്നയാളെ മനസ്സിലാവാതെ തുറച്ചു നോക്കിയിരുന്ന ശിശുപാലന്റെ കാതിൽ അയാൾ പതിയെ ചോദിച്ചു, ഉമ്മയെ നീ എന്ത് ചെയ്തു? തീക്കൊള്ളി കൊണ്ട് കുത്തേറ്റ പോലെ ഒന്ന് ഞെട്ടി ശിശുപാലൻ. ആരും അറിയാതെ മൂടിവെച്ച കാര്യം പെട്ടെന്നൊരു പരിചയവുമില്ലാത്തയാൾ ചോദിച്ചപ്പോൾ ആകെ പരിഭ്രമിച്ചു. വീണ്ടും അയാൾ ചോദ്യം ആവർത്തിച്ചു, ഉമ്മയും കുഞ്ഞിനെയും നീ എന്ത് ചെയ്തു? അയാളുടെ സ്വരത്തിലെ ശാന്തത ശിശുപാലന്റെ ഉള്ളിലെ തീയുടെ ആളൽ കൂട്ടിയപ്പോൾ അടുത്തിരുന്നയാളുടെ ശബ്ദത്തിന്റെ തീക്ഷ്ണതയേറി. ഒരു കാര്യം തന്നെ പലവട്ടം ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാനിപ്പോൾ 2 പ്രാവശ്യം ചോദിച്ചു. നിനക്ക് ഉത്തരവില്ല? അല്ലെങ്കിൽ പറയില്ല. ശരി, എന്നാ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കാം. ഉത്തരം നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിന്നെ ഞാൻ ഈ പാറമടയിൽ താഴ്ത്തും, ഒരു കുഞ്ഞുപോലെ അറിയാതെ. അതിനു മുമ്പ് നീ അറിയേണ്ട ചിലത് പറയാം. നിന്റെ കൂട്ടാളികളിപ്പോ എവിടാന്ന് വല്ല പിടിയുണ്ടോ ശിശുപാലൻ സാറിന്? സുൽഫിക്കറും മുജീബും നിന്റെ സെൽവൻ എന്ന ദിവാകറും ഉറക്കാണ്, സുഖായുറങ്ങുന്നു. നീ വിളിച്ചാലൊന്നും ഉണരില്ല, അത്ര നല്ല സ്ഥലത്താ. പിന്നെ ഫോണൊന്നും എടുക്കാൻ പറ്റില്ല അവർക്ക്. അവിടെ ഫോണൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ 2 ചോദ്യം. ഉത്തരം 1, പറ്റുമെങ്കിൽ പറയുക, അല്ലെങ്കിൽ നീയും ഉറങ്ങും. 5 മിനിറ്റ് സമയം തരാം. കാര്യങ്ങൾ താൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണെന്ന് കണ്ട ശിശുപാലൻ രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ മനസ്സിൽ തേടവേ അറിഞ്ഞു കഴുത്തിൽ വീഴുന്ന കയറിന്റെ മുറുക്കം. തന്നെ ആരോ കാശിനു വേണ്ടി തട്ടിക്കൊണ്ടുവന്നതാണെന്ന് ആദ്യം ശിശുപാലൻ കരുതിയത്. അതിൽ ഏതെങ്കിലും ചില്ലറ കിട്ടുന്ന കൊട്ടേഷൻ ടീമാവും. അവരെ അയച്ചവർ കൊടുക്കുന്നതിലും ഇച്ചിരി എന്തെങ്കിലും കൂടുതൽ കൊടുത്ത് തടിയൂരാമെന്ന കണക്കുകൂട്ടലുകളിലായിരുന്നു ശിശുപാലൻ. പക്ഷെ മുന്നിലിരിക്കുന്നയാൾ അതിനൊന്നും വന്നതല്ലെന്നും തന്റെ കുഴിമാടം തുറക്കാൻ വന്നതാണെന്ന് അറിഞ്ഞപ്പോൾ ഒന്നിടറി. ആലോചനയിലിരുന്ന ശിശുപാലന്റെ കാതിൽ ശിശുപാലനെ തന്നെ നോക്കിയിരുന്ന ആളുടെ സ്വരമെത്തി. 5 മിനിറ്റ് കഴിയാൻ ഇനി 5 സെക്കൻഡ്. എന്തെങ്കിലും പറയാൻ തുടങ്ങും മുമ്പേ വീണ്ടും അയാളുടെ സ്വരമെത്തി. ടൈം ഈസ് ഓവർ ശിശുപാലൻ. ഇനി എനിക്ക് ഉത്തരാവശ്യമില്ല. അതിനു മുമ്പ് നീ എന്തിനാണ് മരിക്കുന്നതെന്നും നീ ചെയ്ത തെറ്റെന്താണെന്ന് അറിയണ്ടേ? 1, ഒരു കുടുംബസ്ഥയായ ഒരു സ്ത്രീയെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് മറ്റൊരുത്തന്റെ കുടുംബം കയ്യേറുക, അത് സ്വന്തമാക്കുക. തെറ്റല്ലേ ശിശുപാലൻ സാറേ? 2, അവരുടെ ഒന്നും അറിയാത്ത പ്രായത്തിലുള്ള പെൺകുട്ടിയെ നശിപ്പിച്ചു കളയുക മാത്രമല്ല, നിന്റെ കൂട്ടാളികൾക്ക് കൂടി പങ്കുവച്ച ശേഷം അതിനെ പാതി ജീവനോടെ സെപ്റ്റി ടാങ്കിൽ മൂടുക. അത് തെറ്റല്ലേ ശിശുപാലൻ സാറേ? ആ കേസ് ഒതുക്കാൻ നീ തട്ടിയെടുത്ത പണത്തിൽ നിന്ന് തന്നെ 5 ലക്ഷം കൈക്കൂലി കൊടുത്ത് കേസ് ഒതുക്കിയത് തെറ്റല്ലേ? അപ്പോൾ ഇതിനൊന്നും നിനക്ക് മറുപടി ഇല്ലാത്തതിനാൽ വിചാരണ കഴിഞ്ഞു. ഇനി വിധി നടപ്പാക്കുകയാണ്. കുറ്റവും അതിനുള്ള സാഹചര്യവും മാനിച്ച് മരണമാണ് ശിക്ഷ. ഒരിളവുമില്ലാത്തത്. അവസാന വാക്കുകൾ പറഞ്ഞു തീരുമ്പോൾ അയാളുടെ ചുണ്ടുകൾ വിറകൊണ്ടു. കണ്ണിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിന്റെ തിളക്കം ഒരു മാത്ര ശിശുപാലൻ കണ്ടു. അതിൽ അലറിക്കരയുന്നൊരു കൊച്ചുകുട്ടിയുടെ മുഖം. അരുതെന്ന് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. വേറൊരു മാർഗവുമില്ലാതെ മുഖം പൊത്തി കരയുന്നൊരു തടവിലാക്കപ്പെട്ട സ്ത്രീ. അതെ, അന്നതായിരുന്നു ശിശുപാലന്റെ ശരികൾ. ആ ശരികളിലെ തെറ്റുകളെ വേർതിരിച്ച് നെല്ലും പതിരും തേടാൻ അന്ന് സമയമില്ലായിരുന്നു. അന്ന് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ വിധി കാത്ത് മരണത്തിലേക്കുള്ള വിളിയൊച്ച കേൾക്കാൻ വന്ന നിമിഷം വരെ. തന്റെ തെറ്റുകൾ, തന്റെ ശരികൾ. ആ ശരികളെ തെറ്റുകളുടെ മലകളാണെന്ന് പറയാൻ ആരും വന്നില്ല. അഥവാ ആരെങ്കിലും ഒന്ന് തിരുത്താൻ വന്നായിരുന്നെങ്കിൽ തിരുത്തുമായിരുന്നു. അറിയില്ല. കൂട്ടിയ കണക്കുകളിൽ എവിടെയോ ഒന്ന് പിഴച്ചു. ആ പിഴവിന് ജീവന്റെ വിലയുണ്ടെന്ന് മനസ്സിലായപ്പോഴേക്കും എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. നിഴലില്ലാത്ത, രൂപമില്ലാത്ത വര. തന്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾ അഴിഞ്ഞു വീഴുന്നതും കഴുത്തിലൊരു നീറ്റൽ അനുഭവപ്പെട്ടപ്പോഴും ശിശുപാലൻ മരവിച്ച മനസ്സിനൊരു ചോദ്യം അറിഞ്ഞുകൊടുത്തു. ഈ അവസ്ഥയിൽ നീ എന്ത് നേടിയെന്ന്? സമയം 10 മണി. സ്റ്റേഷനിൽ ഓരോരുത്തരായി ഷിഫ്റ്റ് മാറുന്നു. ഡ്യൂട്ടി മാറിപ്പോകുന്നവർ തലേന്നത്തെ ചാർജ് ഷീറ്റ് കൈമാറിപ്പോകുമ്പോൾ ഒരാൾ അവിടേക്ക് വന്നു. കൈലി മുണ്ടും ഹാഫ് കൈ ഷർട്ടുമായിരുന്നു അയാളുടെ വേഷം. സ്ഥിരം പരിചയമുള്ളതുപോലെ അയാൾ നേരെ SI ഇരിക്കുന്ന റൂമിന് നേരെ നടക്കുമ്പോൾ അയാളെ പരിചയമുള്ള ചില പോലീസുകാർ ഇന്നത്തെ കോളിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾ ആകെ ഭയന്നിരുന്നു. ആ ഭയം മറ്റുള്ളവരിലേക്ക് പടരാൻ പിന്നെ അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. SI അനിൽകുമാറിന്റെ ഓഫീസ് റൂമിൽ റാണിമോളുടെ റേപ്പ് കേസിന്റെ ഫയൽ നോക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് അള്ളുവാസു കടന്നു വന്നത്. അള്ളുവാസു
ചൊറുവേയിയുടെ സ്വന്തം കള്ളനാണ്. മുഖ്യമായ തൊഴിൽ മോഷണം. അത് വീടുകളിൽ മാത്രമല്ല, ഓടുന്ന വണ്ടികൾ കള്ളുവെച്ച് പഞ്ചറാക്കി ആ വണ്ടിയിൽ കക്കുന്നതാണ് വാസുവിന്റെ മാസ്റ്റർ പീസ്. ചില വണ്ടിക്കാർ ആവശ്യത്തിന് പെരുമാറിയിട്ടുണ്ട് വാസുവിനെ. പക്ഷെ വാസു പറയുന്നത് രക്തത്തിൽ പാരമ്പര്യമായി കിട്ടിയ സ്ഥിതി ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ മാറ്റാൻ പറ്റുമോ എന്നാണ്. വാസുവിന്റെ ചോദ്യം ന്യായമായ നിലയിലായതിനാൽ നാട്ടുകാരുടെ കയ്യിൽ തൊണ്ടിയോടെ കിട്ടിയ അവരത് അവിടെ തന്നെ ഇടിച്ചും ചവിട്ടിയും തീർക്കും. കേസിനാരും പോകാറില്ല. അത് വാസുവിനും ഗുണാണ്. വെറുതെ ജയിലിൽ കിടന്ന് നന്നാവും എന്ന ഭയമാണ് വാസുവിന്. പുറത്തുള്ള സമയം തന്റെ തൊഴിലിൽ ശ്രദ്ധിക്കുക, അതാണ് വാസുവിന്റെ നയവും ചെയ്യവും. ഇപ്പോൾ പതിവില്ലാതെ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് വാസു വന്നപ്പോൾ എല്ലാവരിലും ആദ്യം തമാശയായിരുന്നു. പക്ഷേ വാസുവിന്റെ ഭയന്ന കണ്ണുകളിൽ അനിൽകുമാർ നോക്കിയിരുന്നു. അന്ന് രാത്രിക്ക് നല്ല ഇരുട്ടായിരുന്നു. കണ്ണിൽ കുത്തിയാൽ അറിയാത്ത ഇരുട്ട്. മെയിൻ റോഡിലൂടെ പാഞ്ഞു പോകുന്ന പാണ്ടി ലോറികൾ. പറ്റിയ വണ്ടി നോക്കി നിൽക്കുകയായിരുന്നു അള്ളുവാസു. മുന്നിലൂടെ കടന്നു പോകുന്ന പല വണ്ടികളും നോക്കിയിട്ടും ഒന്നും അങ്ങോട്ട് ശരിയാവാതെ വന്നപ്പോൾ ഇന്നിനി ഏതേലും വീട്ടിൽ കയറാമെന്ന് കരുതി തിരിച്ചു നടക്കുമ്പോഴാണ് മുന്നിലൊരാൾ. നല്ല ഉയരവും തടിയും, പാൻറ്റും ടീഷർട്ടുമാണ് വേഷം. അലക്ഷ്യമായി പോക്കറ്റ് റോഡിന്റെ നടുവിലൂടെയുള്ള അയാളുടെ നടത്തം കണ്ടപ്പോൾ കള്ളനായ വാസുവിന് സ്വാഭാവികമായി തോന്നിയൊരു സംശയം അപ്പോഴും തോന്നി. അർദ്ധരാത്രി ഒരു തിരക്കുമില്ലാതെ ഒരാൾ ഒറ്റയ്ക്ക്, അതും വിജനമായ പ്രദേശത്ത്. അടുത്തൊന്നും വീടുകളില്ലായിരുന്നു. വാസുവിന്റെ സംശയം കൂടി. അയാളോട് കുറച്ചുകൂടി അടുത്തേക്ക് അയാൾ അറിയാതെ പിന്തുടരുമ്പോൾ അറിഞ്ഞു, അയാളെ ആ നാട്ടിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു വാസു. അപ്പോ സംശയമൊന്നും മുറുകി. അപ്പോൾ മുന്നിൽ നടന്നയാൾ ഒരു ഇടവഴിയിലേക്ക് കടന്നു. പിന്നെ സ്കൂളിന്റെ പിന്നിലെ കാട് പിടിച്ചു കിടന്ന വീടിന് നേരെ നടന്നു. അയാൾക്ക് അവിടെ നല്ല പരിചയമുള്ളതുപോലെ തോന്നി. അയാൾ ആ വീടിന്റെ പിന്നിൽ ചിതല് പിടിച്ച് പൊളിഞ്ഞു വീഴാറായ വാതിൽ പതിയെ തുറന്നു. അതിനുള്ളിൽ മങ്ങിയ വെളിച്ചത്തിൽ ഒരു മെഴുകുതിരി കത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ മറ്റു രണ്ടുപേരുണ്ടായിരുന്നു. ഒന്ന് ആ നാട്ടിൽ തന്നെയുള്ള ഒരുത്തനായിരുന്നു. രണ്ടാമൻ ഒരു അന്യസംസ്ഥാനക്കാരൻ. അവർക്ക് മുന്നിൽ അയാൾ ഒരു പഴയ സ്റ്റൂൾ ഉണ്ടായിരുന്നതിലിരുന്നു. അവരെ നോക്കി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. നിലത്തിരുന്നവർ ഭയത്തോടെ അയാളെ നോക്കുമ്പോൾ അയാൾ ഒരു കയറെടുത്ത് ആ നാട്ടുകാരനായ ആളുടെ കാലിൽ കെട്ടി കയറിന്റെ മറ്റേറ്റം മുകളിലെ ഫാൻ ഇടുന്നതായി ഉണ്ടായിരുന്ന ഹുക്കിൽ കുരുക്കി വലിച്ചു. പൊക്കി നിലത്തു നിന്നും ഉയർത്തി കെട്ടിയിട്ടു. അതുപോലെ തന്നെ രണ്ടാമനെ ഉയർത്തി കെട്ടി. രണ്ടുപേരും അയാളോട് ഇനി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്നും അന്ന് ലഹരിയുടെയും മഴയുടെയും ഒരുതിൽ ചെയ്തു പോയതാണെന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ പറയുന്നത് അയാൾ കേൾക്കുന്നുണ്ടോ എന്നുവരെ സംശയമായിരുന്നു. പിന്നീടുള്ള അയാളുടെ പ്രവർത്തികൾ തിരക്കിട്ടതായിരുന്നു. അയാൾ ഒരു പ്രത്യേക തരത്തിലുള്ള കത്തിയെടുത്ത് അതിന്റെ ഇരുവശവും പളുങ്കുപോലെ തിളക്കി. കത്തിയുടെ തിളക്കം തൂങ്ങിക്കിടന്നവരുടെ കണ്ണിൽ ഭീതിയുടെ വലയം തീർത്തിരുന്നു. പിന്നീട് അവിടെ നടന്നത് ക്രൂരമായ പ്രവർത്തികളായിരുന്നു. അതേ നിമിഷം വാസുവിന്റെ തൊണ്ടയിൽ നിന്നും ഭയന്നുള്ള ഒരു കരച്ചിൽ പുറത്തേക്ക് വന്നു. അടുത്ത നിമിഷം അയാൾ വെട്ടിത്തിരിഞ്ഞു. ആ മുഖം കണ്ട വാസു അവിടെ തന്നെ ബോധമറ്റു വീണു. പിന്നീട് വാസുവിന് ബോധം വരുമ്പോൾ വാസു കിടന്നിരുന്നത് സ്കൂളിന്റെ അറ്റത്തുള്ള ഒഴിഞ്ഞൊരു ഭാഗത്ത് കേടുവന്നു പോകുന്ന സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു സ്റ്റോർ റൂമിനുള്ളിലായിരുന്നു. അപ്പോഴേക്കും 2 ദിവസം കഴിഞ്ഞിരുന്നു. വാസു പറഞ്ഞു തീർക്കുമ്പോൾ അനിൽകുമാറിന്റെ മനക്കണ്ണിൽ മിന്നിമറഞ്ഞത് റാണിമോള് കിടന്നിരുന്ന ആ പഴയ വീടായിരുന്നു. അപ്പോൾ അനിൽകുമാറിന്റെ പിന്നീടുള്ള നീക്കങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു. അദ്ദേഹം 3 പോലീസുകാരുമായി സ്കൂളിന്റെ അടുത്തെത്തുമ്പോൾ ആ ഭാഗം നിറയെ ആളുകൾ ഓടിക്കൂടിയിരുന്നു. അനിൽകുമാറിന്റെ ഉള്ളിൽ അപായമണി മുഴങ്ങി. അള്ളുവാസു പറഞ്ഞത് കഞ്ചാവ് വലിച്ചു കിടന്നപ്പോൾ കണ്ട ഏതോ കിനാവിന്റെ കഥയാകുമെന്നായിരുന്നു SI കുമാർ അതുവരെ വിചാരിച്ചത്. പക്ഷേ സ്കൂളും അതിനടുത്ത് കാട് പിടിച്ചു കിടക്കുന്ന വീടും കഥയിലേക്ക് കടന്നു വന്നപ്പോൾ അപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ മനസ്സും വാസുവിന്റെ കഥയ്ക്കൊപ്പം സഞ്ചരിച്ചിരുന്നു. സ്കൂൾ മതിലിന്റെ പൊളിഞ്ഞു കിടന്നിരുന്ന വിടവിലൂടെ അകത്ത് കടന്ന അനിൽകുമാർ വീടിന്റെ പുറകുവശത്തെ വാതിലിന്റെ അരികിലെത്തുമ്പോൾ അപ്പോൾ തന്നെ അകത്തു നിന്നും മാംസം ചീഞ്ഞ മണം പുറത്തേക്ക് വന്നു. ഒപ്പം മണിയനീച്ചകളുടെ മൂളലും. അകത്ത് കടന്ന അനിൽകുമാറിന്റെ ഉള്ളിൽ ഒരു നടുക്കമുണ്ടായി. അവിടെ ഒരാളെ മാത്രമേ കെട്ടിത്തൂക്കിയിട്ടിരുന്നുള്ളൂ. അള്ളുവാസു പറഞ്ഞ രണ്ടാമനെവിടെ? അനിൽകുമാർ ഹാങ് ചെയ്യപ്പെട്ട ആളുടെ സമീപം സൂക്ഷ്മമായി പരിശോധിച്ചു. എല്ലാം പഴയ മാട പോലെ തന്നെ. വായിൽ നിറയെ മണ്ണും നിറച്ചിരുന്നു. ബോഡി താഴെയിറക്കി മഹസർ തയ്യാറാക്കി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുമ്പോഴും അനിൽകുമാറിന്റെ മനസ്സിൽ വാസു പറഞ്ഞ രണ്ടാമൻ എവിടെയെന്ന ചോദ്യം ബാക്കിയായി. അനിൽകുമാർ വീണ്ടും വാസുവിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. അന്ന് കണ്ടത് ഒന്നുകൂടി വിശദമായി ചോദിച്ചു. പക്ഷേ താൻ കണ്ട കൊലയാളിയുടെ മുഖം ഒരു ഭാഗം പൂർണ്ണമായും പൊള്ളലേറ്റ് അടർന്നു പോയതുപോലെ ആയിരുന്നുവെന്ന് വാസു ആണയിട്ട് പറഞ്ഞപ്പോൾ അനിൽകുമാറിന്റെ പ്രതീക്ഷ മങ്ങി. പലരെയും ചോദ്യം ചെയ്തിരുന്നു. പക്ഷെ വാസു പറഞ്ഞതിന് പ്രകാരം അങ്ങനെ വിരൂപതയുള്ളയാളെ ആരും കണ്ടിട്ടില്ല. ഒരുപക്ഷെ വാസുവിന്റെ ലഹരിയിലായിരുന്ന മനസ്സിൽ തോന്നിയ രൂപമാകാം അതെന്ന നിഗമനത്തിലെത്തുമ്പോഴും
ഒരു സംശയം ബാക്കിയായി. ഈ പറഞ്ഞ മുഖവും രണ്ടാണെന്ന് പറഞ്ഞതുമൊഴികെ പിന്നുള്ളതെല്ലാം വളരെ ശരിയായിരുന്നു. പൊരുത്തക്കേട് ഇവിടെ മാത്രം. അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ വീണ്ടും ആ വീടും പരിസരവും അരിച്ചുപെറുക്കി പരിശോധന നടത്തിയിട്ടും രണ്ടാമനായ അന്യസംസ്ഥാനക്കാരനെ മാത്രം കണ്ടെത്തിയില്ല. അനിൽകുമാർ അന്യസംസ്ഥാനക്കാർ കൂടുതൽ തങ്ങുന്നിടങ്ങളിലും ഒറ്റയ്ക്കായി തങ്ങുന്നിടങ്ങളിലുമെല്ലാം ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് നോക്കി തിരച്ചിൽ തുടർന്നു. ഒരു കാറ്, അതും വില കൂടിയ ഇനം, ഒരു അനാഥപ്രേതം പോലെ വഴിയിൽ കിടക്കുന്നത് കണ്ട് പലരും ആദ്യം അതത്ര കാര്യാക്കിയില്ല. വിൽക്കാനിട്ടിരിക്കുന്ന സ്ഥലം, അവിടെ പലരും പോകും. ചിലർ വണ്ടി അവിടെ ഇട്ടിട്ട് മറ്റു ഭാഗങ്ങൾ നോക്കാനും പോകാറുണ്ട്. പിന്നെ ആ ഭാഗത്തേക്കുള്ള ആൾ സഞ്ചാരം കുറവുമായതിനാൽ ആദ്യം ആരും ശ്രദ്ധിച്ചില്ലെന്നതായിരുന്നു സത്യം. പക്ഷേ 2-3 ദിവസം ആ വണ്ടി അവിടെ തന്നെ കണ്ടപ്പോൾ നാട്ടുകാർക്കൊരു സംശയം. അവർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. വണ്ടി ആരുടേതാണെന്നും സാമാന്യം പിടിപാടും സാമ്പത്തികവുമുള്ള വ്യക്തിയാണെന്നും പേര് ശിശുപാലൻ എന്നാണെന്നും അറിഞ്ഞു. പിന്നീടുള്ള അന്വേഷണം ശിശുപാലിന്റെ തിരോധാനത്തെക്കുറിച്ചായിരുന്നു. ആ സ്റ്റേഷൻ പരിധിയിൽ മാൻ മിസ്സിംഗ് കേസുകളുടെ ലിസ്റ്റ് നോക്കിയായിരുന്നു CPO ജോസ്. അയാൾ പലവട്ടം ആ പരാതിയിൽ പറഞ്ഞിരുന്ന ശിശുപാലനുമായി ഇടപഴകിയിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞു പോകുമ്പോൾ ചില ദിവസങ്ങളിൽ ജോസ് സ്വർഗം ബാറിൽ കയറാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പരിചയപ്പെട്ടതാണ് ശിശുപാലനെ. ശിശുപാലൻ ഒരു കുടില ബുദ്ധിയുള്ള ഒരാളാണെന്ന് ജോസിന് തോന്നിയിരുന്നു. ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരാൾ. ചിലപ്പോ അത് തന്നെ പോലീസ് കണ്ണുകളോടെ നോക്കുന്നത് കൊണ്ടാണെന്ന് ഭാര്യ മിനി പറഞ്ഞപ്പോൾ ജോസിന് തോന്നി അതാവും ശരിയെന്ന്. എന്നാലും ഉള്ളിലൊരു പൊരുത്തക്കേട്. ശിശുപാലിന്റെ മിസ്സിംഗ് അന്വേഷണം ജോസിന് തന്നെയായിരുന്നു. ശിശുപാലിന്റെ വീട്ടിൽ അയാളുടെ പരാതി അന്വേഷിക്കാൻ ചെന്നപ്പോൾ അവിടെ അയാളുടെ ഭാര്യ ശാന്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ കരഞ്ഞു കരിങ്ങിയ കണ്ണുകളോടെ ജോസിന് മുന്നിൽ വന്നിരുന്നു. ജോസ് ശിശുപാലിനെ കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പലതിലും പൊരുത്തക്കേടുകൾ തോന്നി CPO ജോസിന്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് ശിശുപാലൻ ഇപ്പോഴത്തെ നിലയിലെത്തിയത്. അതും 2-3 കൊല്ലത്തിനുള്ളിൽ. അതിന്റെ സോഴ്സ് ചോദിക്കുമ്പോൾ പലപ്പോഴും ശാന്തിയുടെ മുഖം കുനിഞ്ഞു. മറുപടികൾ അപൂർണമായി. അവർ ആകെ പറയുന്നത് ഒരാഴ്ചത്തെ ഒരു യാത്ര കഴിഞ്ഞു വന്നതായിരുന്നു അദ്ദേഹം. വന്ന ഉടനെ തന്നെ അദ്ദേഹം കാറുമെടുത്ത് പുറത്തു പോയതാണ്. ചിലപ്പോഴെല്ലാം അങ്ങനെയാണ് പതിവ്. പുറത്തു പോകുമ്പോൾ ഒന്നും പറഞ്ഞെന്ന് വരാറില്ല. മിക്കപ്പോഴും വളരെ താമസിക്കും. മറ്റു ചില ദിവസങ്ങളിൽ 2 ദിവസം കഴിയും വരുമ്പോൾ. അന്നെല്ലാം അത് വിളിച്ചു പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ല. പരിധിക്ക് പുറത്തുനിന്ന് മറുപടി മാത്രമേ ഉള്ളൂ. അത് പതിവുള്ളതല്ല. ഒരിക്കലും അദ്ദേഹത്തിന്റെ ഫോൺ ഓഫാക്കി വെക്കാറില്ല. അത് നിർബന്ധമാണ് അദ്ദേഹത്തിന്. ഒന്നുകൂടി ശാന്തിയെ കുടഞ്ഞു നോക്കി ജോസ്. അപ്പോ ശാന്തി മറ്റൊന്നുകൂടി പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞേ വരുന്നുവെന്ന് പറഞ്ഞ് ശിശുപാലൻ നോക്കിയപ്പോൾ ശാന്തി തന്റെ വീട്ടിലേക്ക് പോയിരുന്നു. തിരികെ വന്നത് ശിശുപാലനെ കാണാതായതിന്റെ പിറ്റേ ദിവസമാണ്. അതായത് ശിശുപാലിന്റെ മിസ്സിങ്ങിന് ശേഷം. CPO ജോസ് തന്റെ ഫോണിൽ SIയെ വിളിച്ച് ശാന്തിയുടെ ആദ്യ മൊഴിയും പിന്നീട് മാറ്റി പറഞ്ഞ മൊഴിയിലെ പൊരുത്തക്കേടുകളും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. ഉടനെ തന്നെ ശിശുപാലിന്റെ വീടിന് മുന്നിൽ SIയും 2 വനിതാ പോലീസുകാരും വന്നിറങ്ങി. പോലീസ് വണ്ടിയും വനിതാ പോലീസിനെയും കണ്ട ശാന്തി CPO ജോസിന് മുന്നിൽ കുഴഞ്ഞു വീണു. 2-3 സ്റ്റേഷൻ പരിധിയിലായി ഒരേപോലുള്ള 4 കൊലപാതകങ്ങൾ. ഏകദേശം എല്ലാത്തിലും ഒരു സിമ്പൽ എന്ന പോലെ ഇവരെല്ലാം കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികൾ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുകയോ റേപ്പ് ചെയ്യപ്പെടുകയോ ചെയ്തിരുന്നു. എന്നാൽ ഒന്നിൽ മാത്രമാണ് ഇതിൽ 1-2 പേരുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടിരുന്നത്. ACP സിദ്ധാർത്ഥ തരകൻ ഓരോ കേസിന്റെയും വിവിധ വശങ്ങൾ ഒത്തുനോക്കുമ്പോഴും ഒന്നിനോടും ഒരു പൊരുത്തപ്പെടായിക കാണുന്നു. അതായിരുന്നു ഒരു തലവേദന. കൊലയാളിയുടെ ലക്ഷ്യം റേപ്പ് ചെയ്യുന്നവരെ തിരിഞ്ഞു പിടിച്ച് കൊല്ലുക എന്നത് മാത്രമാണോ എന്ന് ചിന്തിച്ചാൽ അതാവും ഒരു വശത്തെ ശരിയെങ്കിൽ അടുത്ത കൊലപാതകത്തിൽ സൂചന വേറെയായിരിക്കും. അവിടെ ഒരു തട്ടിക്കൊണ്ടുപോക്ക് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ മിസ്സിംഗ് ആയ വ്യക്തിയുടെ ഒരു തരത്തിലുള്ള വിവരവും പൂർണ്ണമല്ല. മുന്നിൽ ACPയെ തന്നെ നോക്കിയിരിക്കുകയാണ് തോമസ് മാത്യു. അദ്ദേഹം മനസ്സിൽ കുറെ ചോദ്യങ്ങളായിട്ടാണ് ACPയെ കാണാൻ വന്നത്. പക്ഷേ ACPയെ കണ്ടപ്പോൾ ചോദ്യങ്ങൾ മറന്നു. അഥവാ തന്റെ ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുമോ എന്നൊരു സംശയം. അത് അദ്ദേഹത്തിന് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രശ്നമല്ല. പോലീസ് യൂണിഫോം ഇട്ട അന്ന് തുടങ്ങിയ കൺഫ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടിംഗ് പ്രോബ്ലം കൂടപ്പുറപ്പായിരുന്നു. അത് ACP സിദ്ധാർത്ഥ തരകന് ഏറെക്കുറെ അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം തോമസ് മാത്യുവിനെ പ്രോത്സാഹിപ്പിച്ചു. ഒരു ഉഷാറൊക്കെ തോന്നിയപ്പോൾ തോമസ് മാത്യു തന്റെ സംശയങ്ങൾ ഓരോന്നായി ACPക്ക് മുന്നിൽ അവതരിപ്പിച്ചു. സർ, ഇപ്പോൾ കാണാതായിരിക്കുന്ന ശിശുപാലൻ എന്നയാൾ, ഈ ശിശുപാലൻ പണക്കാരനായത് വെറും 2-3 വർഷത്തിനുള്ളിലാണെന്ന് അയാളുടെ ഭാര്യ പറയുന്നു. എന്നാൽ അവർ പറയുന്നതിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. ശിശുപാലന്റെ ബിസിനസ് എന്താണെന്ന് പറയാൻ അവർ ഒരുക്കമല്ല. അവർ പറയുന്നതിൽ കൂടുതലും കള്ളാണ്. കാരണം ആദ്യം അവർ CPO ജോസിനോട് പറഞ്ഞത് ശിശുപാലൻ യാത്ര പോയി വന്നപ്പോൾ അവർ വീട്ടിലുണ്ടായിരുന്നുവെന്നും
വന്നയുടനെ തന്നെ വീണ്ടും പുറത്തുപോയി. പിന്നെ ഒരു വിവരവും ഇല്ല എന്നാണ്. അതേ ചോദ്യം രണ്ടാമത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ചില ദിവസങ്ങൾ പുറത്തു പോയാൽ 2-3 ദിവസം കഴിയും തിരിച്ചു വരാൻ എന്നാണ്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ശിശുപാലൻ വിളിച്ചു പറയാറുണ്ടെന്നും പറയുന്നു. എന്നാൽ ഇവിടെ ശിശുപാലനെ കാണാതായിട്ട് 2 ദിവസം കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസമാണ് അവർ ഒരു പരാതി കൊടുക്കുന്നത് തന്നെ. പക്ഷെ അവർ ഈ ദിവസങ്ങളിൽ വീട്ടിലില്ലായിരുന്നു എന്നതാണ് സത്യം. കാരണം ശിശുപാലൻ ഒരാഴ്ച വീട്ടിലില്ലാതിരുന്നപ്പോൾ ഭാര്യ ശാന്തിയും വീട്ടിലില്ലായിരുന്നു. ആ വിവരം ശിശുപാലൻ അറിയുകയുമില്ലായിരുന്നു. അയാൾ തിരികെ വന്നപ്പോഴും ശാന്തി വീട്ടിലില്ലായിരുന്നു. അപ്പോൾ എങ്ങനെ ശിശുപാലൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് വീണ്ടും പുറത്തു പോയതെന്ന് ശാന്തിക്ക് പറയാൻ കഴിയും? ഇത് മാത്രമല്ല സാർ, ഒരു മാൻ മിസ്സിംഗ് കേസല്ല നമുക്ക് മുന്നിലുള്ളത്. പരാതിയില്ലാത്ത ഒന്നുകൂടിയുണ്ട്. അത് അള്ളുവാസു എന്നയാളുടെ സാക്ഷിമൊഴിയിലുണ്ടായിരുന്നതാണ്. കാരണം അയാൾ കണ്ടത് 2 പേരെ കെട്ടിത്തൂക്കിയിട്ടിരുന്നതാണ്. എന്നാൽ അവിടെ ഒരാളുടെ ബോഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ മിസ്സിംഗ് ആയ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല. സർ, ഞാൻ പറഞ്ഞു വരുന്നത് ഇതിലൊരു സീരിയൽ കില്ലിംഗ് ടെസ്റ്റ് ഇല്ലേ എന്നാണ്. കാരണം ശിശുപാലൻ അയാളുടെ പാസ്റ്റ് അത്ര ശരിയല്ല. ഒരാൾ പെട്ടെന്ന് കോടീശ്വരനാകുമോ? അതും 2-3 വർഷത്തിനുള്ളിൽ. അതിലാരുടെയെങ്കിലും കുടുംബമോ മറ്റ് ബിസിനസ് മേഖലകളോ ഉണ്ടെങ്കിൽ, ഈ കൊല്ലപ്പെട്ട മറ്റുള്ളവരുടെ സഹായം ഒരു പക്ഷേ ശിശുപാലനുണ്ടായിരുന്നുവെങ്കിൽ? ഇതിനൊരു കണക്ഷൻ കാണുന്നില്ലേ? ACP സിദ്ധാർത്ഥ തരകൻ കുറച്ചുനേരം തോമസ് മാത്യുവിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. പിന്നെ ഒരു ചിരിയോടെ ചോദിച്ചു, മിസ്റ്റർ തോമസ്, ക്രൈം സിനിമകൾ ഒരുപാട് കാണാറുണ്ടല്ലേ? അത് കുഴപ്പമില്ല. പക്ഷേ അത് നമ്മൾ വാങ്ങുന്ന ശമ്പളത്തിൽ കാണിക്കരുത്. സിനിമ വേറെ, റിയല് വേറെ. സിനിമ കുറേ പേര് ഒന്നായി പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന ഒന്നാണ്. അതിലൊന്നും റിയൽ അല്ല. പക്ഷേ ഇവിടെ നമ്മുടെ മുന്നിലുള്ളത് പച്ചയായ സത്യമാണ്. ഒരു മനസാക്ഷിയുമില്ലാതെ പച്ച ജീവനോടെയാണ് ഒരുത്തൻ 4 മുറിച്ചു കളഞ്ഞു കൊന്നത്. അതിലൊരുവന്റെ ഉള്ളിൽ ആസിഡ് ഒഴിച്ച വഴി താനും കണ്ടതല്ലേ? അപ്പോ ഇതിൽ സിനിമാ കഥയ്ക്കുള്ള സ്കോപ്പില്ല. ഇത് ചെയ്തതാരായാലും കുറ്റവാളിയാണ്. പിടിച്ചേ തീരൂ. തോമസ് മാത്യു അപമാനം കൊണ്ട് തലകുനിച്ചു. മനസ്സിൽ പറഞ്ഞു, പാടുപെട്ടൊരു തുമ്പുണ്ടാക്കി കൊണ്ടുവന്നപ്പോ അത് സിനിമാ കഥ. ACP സിദ്ധാർത്ഥ തിരിഞ്ഞു നോക്കുമ്പോഴും തലതാഴ്ത്തി നിൽക്കുകയാണ് തോമസ് മാത്യു. രാത്രി 10 മണി. SI അനിൽകുമാറിന്റെ പോലീസ് ക്വാർട്ടേഴ്സ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ കിടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് 2 പെങ്ക് അനിൽകുമാറിന്റെ പതിവാണ്. അനിൽകുമാർ തനിച്ചാണ് ക്വാർട്ടേഴ്സിൽ താമസം. ഭാര്യ പിണങ്ങിപ്പോയിട്ട് 2 വർഷം കഴിഞ്ഞു. പലവട്ടം പോയി വിളിച്ചിട്ടും അവർ വന്നില്ല. അനിൽകുമാറിന് ചില വഴിവിട്ട ബന്ധങ്ങളുണ്ടായിരുന്നു. അത് പറഞ്ഞും കരഞ്ഞും തിരുത്താൻ അവർ ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷെ അനിൽകുമാർ വഴങ്ങിയില്ല. ഒരു നാൾ അവർ തന്റെ ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങുമ്പോഴും അനിൽകുമാർ തടഞ്ഞില്ല. ഇപ്പോൾ ഈ സ്റ്റേഷനിൽ വന്നിട്ട് 1.5 വർഷമാകുന്നു. അതിനു മുമ്പിരുന്ന സ്റ്റേഷനിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അതിൽ 6 മാസം സസ്പെൻഷനിലായിരുന്നു. അനിൽകുമാർ ഗ്ലാസ്സിൽ മദ്യം പകർന്ന് കുറേശ്ശെ കഴിച്ചുകൊണ്ടിരുന്നു. സ്കൂളിന്റെ അടുത്തുള്ള വീട്ടിൽ നടന്ന കൊലപാതകം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ അനിൽകുമാറിന്റെ ഉള്ളിൽ ഒരു ഭയം രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു. ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലൊരു തോന്നൽ. ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട് പലതും എന്ന്. ഓരോന്നോർത്ത് കഴിച്ചിരുന്ന മദ്യത്തിന്റെ അളവ് കൂടുന്നത് അറിഞ്ഞില്ല അനിൽകുമാർ. അപ്പോൾ അനിൽകുമാറിന്റെ ഫോണിൽ ഒരു കോള് വന്നു. ആ വന്ന കോളറുടെ പേര് കണ്ട് അറിയാതെ അനിൽകുമാറിന്റെ മനസ്സൊന്ന് പിടഞ്ഞു. ഭീതിയോടെ ആ പേരിലേക്ക് ഒന്നുകൂടെ നോക്കി. ശിശുപാലൻ. ആ പേര് ഒരു വിറയലോടെയാണ് അയാൾ വായിച്ചത്. ആ പേരിലെ കളങ്കം തന്റെ മേലും ഉണ്ടാകുമോ? അതോർത്തപ്പോൾ അനിൽകുമാറിന്റെ നെഞ്ചിലൊരു ഇരിച്ചിലുണ്ടായി. അവിടെയാണ് തന്റെ കുടുംബത്തിന്റെ താളം തെറ്റിയത്. തിരുത്താൻ പലവട്ടം സുമ പറഞ്ഞിട്ടും തിരുത്തണമെന്ന തോന്നലുണ്ടായില്ല. അപ്പോഴെല്ലാം ശിശുപാലൻ പുതിയ ഓഫറുകൾ മുന്നിൽ നിരത്തി. മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ. പലതിലും മനസ്സുടക്കി. തന്റെ പദവികൾ മറന്നുപോയി. ഉറങ്ങാൻ കിടക്കുമ്പോൾ അനിൽകുമാറിന്റെ കാതിലൊരു കുഞ്ഞിന്റെ നിലവിളി ഉയരാറുണ്ടായിരുന്നു. ഒരു 5 വയസ്സുകാരിയുടെ. അതിന്റെ മൃതശരീരം ശിശുപാലന്റെ പണി തീർത്ത പുതിയ വീടിന്റെ സെപ്റ്റി ടാങ്കിന്റെ ഉള്ളിൽ നിന്നും എടുക്കുമ്പോൾ തനിക്കറിയായിരുന്നു അതൊരു കൊലപാതകമാണെന്ന്. പക്ഷേ ശിശുപാലൻ മുന്നിൽ വെച്ച പെട്ടിയിലെ നോട്ടുകെട്ടുകൾ അതിനെ ഒരു അപകടമരണമാക്കിയപ്പോൾ അന്ന് പടിയിറങ്ങി സുമ, തന്റെ ഭാര്യ. 5 വർഷം ജീവനായി കൊണ്ടു നടന്ന് ഒടുവിൽ ഒരുമിച്ചവർ. ഒരു നാൾ പ്രണയത്തിന്റെ മായിക വലയത്തിൽ അവൾ മാത്രമായിരുന്നു. പിന്നെ ജോലി കിട്ടി, അധികാരം ഒരു മതിഭ്രമമായി തുടങ്ങിയപ്പോൾ സുമയിൽ നിന്നും പതിയെ മനസ്സ് പിൻവലിയാൻ തുടങ്ങി. അവിടെ സുമയ്ക്ക് പകരം ശിശുപാലിന്റെ സൽക്കാരങ്ങളിൽ, അയാളുടെ പിടിപാടുകളിൽ സ്വയം മറന്നു. ശിശുപാലിന്റെ പ്രലോഭനങ്ങളിൽ കാലിടറിയപ്പോൾ തന്റെ സസ്പെൻഷൻ ഉറപ്പായി. അതുവരെ കൂടി നിന്ന ശിശുപാലിന്റെ ചുവടുമാറ്റം ഒരു നിമിഷം തന്നെ അമ്പരപ്പിച്ചു. ചുവടുമാറ്റത്തിന്റെ കാരണമാണ് തന്നെ അമ്പരപ്പിച്ചത്. അനിൽകുമാർ എന്ന ഒരു പോലീസുകാരനെ അയാൾക്കറിയാം. അയാൾ പറഞ്ഞതിൽ പ്രകാരമാണ് തന്റെ ബിസിനസ് മുന്നോട്ട് പോകുന്നതും
നിയമതടസ്സങ്ങൾ മാറ്റി അതിനുള്ള സഹായങ്ങളെല്ലാം ചെയ്യുന്നതിന് കൃത്യമായ കമ്മീഷനും കൈപ്പറ്റിയിരുന്നുവെന്നും മൊഴി കൊടുത്തപ്പോൾ താൻ കളത്തിന് പുറത്ത്. ശിശുപാലൻ കളിയിൽ ജയിച്ചു. അന്നറിഞ്ഞു തന്റെ മുകളിലുള്ളവർ തന്നെക്കാളും നന്നായി കരുക്കൾ നീക്കിയെന്നും അവർക്കൊരു മുന്നിൽ ശിശുപാലൻ ഇട്ടുകൊടുത്ത ഇരയായിരുന്നു താനെന്നും. അപ്പോഴേക്കും കൈവിട്ടു പോയത് ജീവിതമായിരുന്നു. ഓർമ്മകളിൽ സുമയുടെ മുഖോർത്ത് കണ്ണുകളടച്ച് പിന്നിലേക്ക് തലചായിച്ച അനിൽകുമാറിന്റെ മുന്നിൽ ഒരു രൂപം വന്നു നിന്നു. മയക്കത്തിലേക്ക് വീണ അനിൽകുമാറിന്റെ മുഖത്ത് അയാളൊരു സ്പ്രേ അടിച്ചു. പിന്നെ നിസ്സാരമായ അനിൽകുമാറിനെ തന്റെ ചുമലിലെടുത്ത് പുറത്തെ ഇരുട്ടിൽ മറഞ്ഞു. മുഖത്ത് ശക്തമായി വെള്ളം വീണപ്പോഴാണ് അനിൽകുമാർ കണ്ണു തുറന്നത്. ആദ്യം അനിൽകുമാറിന് ഒന്നും ഓർമ്മയിൽ വന്നില്ല. തന്റെ ക്വാർട്ടേഴ്സിൽ താനിരുന്ന കസേരയിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്ന ഓർമ്മയിൽ എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ അറിഞ്ഞു കസേരയോടൊപ്പം താൻ വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുകയാണെന്നും താൻ മറ്റേതോ സ്ഥലത്താണെന്നും. അനിൽകുമാറിൽ ഭയത്തിന്റെ ഒരു തരിപ്പുണർന്നു. ചുറ്റും പകച്ചു നോക്കുമ്പോൾ അരികിലൊരു രൂപം, കറുത്ത നെടുങ്കൻ കുപ്പായം, തലയിലൊരു വട്ടത്തൊപ്പി, നല്ല ഉയരം. അയാൾ പതിയെ അനിൽകുമാർ അരികിൽ വന്നു. അയാളുടെ കാതിൽ മെല്ലെ ചോദിച്ചു, ശിശുപാലനിപ്പോ എവിടാന്ന് വല്ല വിവരമുണ്ടോ അനിൽകുമാർ സാറേ? ശിശുപാലൻ എന്ന പേര് കേട്ടപ്പോൾ അനിൽകുമാറിനൊരു സംശയം തോന്നി. തന്റെ മുന്നിൽ നിൽക്കുന്നത് ശിശുപാലന്റെ ആളുകളിൽ ആരെങ്കിലും ആണോ എന്ന്. അങ്ങനെയെങ്കിൽ പറയേണ്ട മറുപടി തിരയുമ്പോൾ അനിൽകുമാറിന്റെ മനസ്സ് വായിച്ചിട്ടെന്ന പോലെ അയാളുടെ സ്വരത്തി, ഞാൻ ശിശുപാലന്റെ ആളുമല്ല, സർക്കാരിന്റെ ആളുമല്ല. കുറച്ച് ചോദ്യങ്ങളും കുറച്ച് ഉത്തരങ്ങളും, അതാണ് എൻ്റെ രീതി. താമസം പാടില്ല. നീ ശിശുപാലന്റെ പക്കൽ നിന്നും വാങ്ങിയ 5 ലക്ഷം രൂപ അത് ആർക്കൊക്കെ വീതം വെച്ചു? അത് നിനക്കൊറ്റക്കുള്ളതായിരുന്നോ അതോ വേറെ പങ്കാളികളുണ്ടായിരുന്നോ? മറ്റൊന്ന്, നീ അന്ന് ശിശുപാലന്റെ ഒപ്പം കണ്ടിരുന്ന സ്ത്രീ, അതായത് ഉമ, അവരിപ്പോ എവിടെയാണ്? ജീവിച്ചിരിപ്പുണ്ടോ അതോ കൊന്നുകളഞ്ഞോ? ഇതിനെല്ലാമുള്ള ഉത്തരം ഒറ്റ വാക്കിലോ പല വാക്കിലോ? നിനക്കറിയാം, പക്ഷേ ഉത്തരം ക്ലിയർ ആയിരിക്കണം. നിനക്കും എനിക്കും. ഇനിയൊരു ചോദ്യമോ ഉത്തരമോ ഇല്ല. തന്റെ പിന്നിലായി നിലയുറപ്പിച്ചിരുന്ന അയാളുടെ കൈ തന്റെ കഴുത്തിൽ പിടിമുറുക്കുന്നത് അറിഞ്ഞു അനിൽകുമാർ. ഒരു നിമിഷം അനിൽകുമാറിന്റെ ഉള്ളിലൂടെ കഴിഞ്ഞ 2-3 ആഴ്ചക്കുള്ളിൽ നടന്ന കൊലപാതകങ്ങളുടെ രീതി മിന്നിമറഞ്ഞു. ഓർത്തപ്പോൾ അനിൽകുമാറിന് മരിക്കാൻ തന്നെ ഭയമായി. തന്റെ ഗതി അതാകുമോ എന്ന ചിന്തയിൽ അനിൽകുമാർ കരഞ്ഞുപോയി. അപ്പോൾ പിറകിൽ നിന്നും അയാളുടെ ശബ്ദം കേട്ടു. അനിൽകുമാർ ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഇവിടത്തെ ജയിലല്ല, പുറത്തേതെങ്കിലും ജയിലിൽ. ഉണ്ടാകില്ല. ഇവിടത്തെ ജയിലിൽ കിടന്നിട്ടുണ്ടോ? അതും ഉണ്ടാകില്ല. കാരണം നീയൊക്കെ നിയമം കക്ഷത്തിൽ കൊണ്ട് നടക്കുന്ന നിയമപാലകർ. എന്നെ പോലുള്ളവർ നിന്നെ പോലുള്ള സാറുമാർക്ക് ചെലവിന് തരുന്ന വെറും സാധാരണക്കാർ. അപ്പോ നിയമപുസ്തകവും അതിലെ നിയമവ്യവസ്ഥകളും നിങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും സ്വന്തം അല്ലേ അനിൽകുമാറേ? അത് ശരിയാണോ എന്ന് ഒരിക്കലെങ്കിലും കാക്കിയിടുമ്പോൾ ഓർത്തോ നീ? പോകെ പോകെ അയാളുടെ ശബ്ദത്തിൽ തീ പടരുന്നതറിഞ്ഞു അനിൽകുമാർ. നീതി നിഷേധിക്കപ്പെട്ടവന്റെ ആത്മരോഷം അതിൽ തിരിച്ചറിഞ്ഞു. കോടതിയിൽ പോയാൽ അവർ നിനക്കും കൂട്ടാളികൾക്കും തരുന്നത് ജയിൽവാസമെന്ന ആഡംബര ജീവിതം. ചിലപ്പോൾ 100 കൊല്ലം വരെയൊക്കെ നിന്നെ പോലെയുള്ളവന്മാരെ തീറ്റിപ്പോറ്റും. ചില കേസുകളിൽ നിയമം സാധാരണക്കാരന്റെ നിയമമാണ്. എന്റെ ഒരു ചോദ്യത്തിന് നീ ഉത്തരം തന്നില്ല. അത് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. അനിൽകുമാറിന് ഒന്നിനും ഉത്തരവില്ലായിരുന്നു. അപ്പോഴും ഉള്ളിലൊരു കരച്ചിൽ ഉയർന്നു കേട്ടു. ഒരു 5 വയസ്സുകാരിയുടെ. പതിവ് പോലെ കട്ടനടിക്കാൻ തട്ടുകടയിലേക്ക് പോകുമ്പോൾ വാസു വഴിവക്കത്തെ കുറ്റിക്കാടിനരികിൽ മൂത്രമൊഴിക്കാൻ ഇരിക്കുമ്പോൾ കണ്ടു മുന്നിൽ കുറച്ചു ദൂരെ ഒരാൾ തലകീഴായി തൂങ്ങി നിൽക്കുന്നു. ആദ്യം അതൊരു തോന്നലായി കരുതി വീണ്ടും നോക്കിയ വാസുവിന്റെ തൊണ്ടയിൽ ഒരു കരച്ചിൽ തടഞ്ഞു നിന്നു. അല്ലു വാസുവിന്റെ കരച്ചിൽ ഒരു ഞെരുക്കമായി തീരുമ്പോൾ അയാളുടെ കരച്ചിൽ കേട്ടവർ അവിടേക്ക് ഓടിയെടുക്കുന്നുണ്ടായിരുന്നു. ഓടിയെടുത്തവർ മുന്നിലെ കാഴ്ച കണ്ട് ഒരു മാത്ര അറച്ചു നിന്നു. പോലീസ് സ്ഥലത്തെത്തി ആളെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ പേടിച്ചിരണ്ട അള്ളുവാസു അവിടെ നിന്നും വലിയാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ പിൻകഴുത്തിൽ CI തോമസ് മാത്യുവിന്റെ പിടി വീണു. മരിച്ചത് SI അനിൽകുമാറാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മറ്റു പോലീസുകാരുടെ ഉള്ളിൽ ഭയത്തിന്റെ ഒരു നിഴൽ രൂപപ്പെട്ടു. അടുത്തതാരെന്ന ചോദ്യം ഓരോരുത്തരുടെയും മനസ്സിലുയർന്നു. കാരണം അനിൽകുമാറിനൊപ്പം ജോലി ചെയ്തിരുന്നവർ പലരും അത്യാവശ്യം കൈമുടക്ക് വാങ്ങിയിരുന്നു പലരിൽ നിന്നും. 1-2 പേരൊഴികെ. ACP സിദ്ധാർത്ഥരകന്റെ ഉള്ളിൽ ഒരു പകപ്പായിരുന്നു. കാരണം ഓരോ കൊലപാതകത്തിലും കൊലയാളി കൃത്യമായൊരു പാറ്റേൺ സ്വീകരിച്ചിരുന്നു. അതൊരു പക്ഷേ അവർ ചെയ്ത ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഉണ്ടായിരുന്നതാണോ എന്നൊരു സംശയം. ACPയുടെ സംശയം ഒരിക്കൽ തോമസ് മാത്യു പറഞ്ഞപ്പോൾ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞതായിരുന്നു. അത് വീണ്ടും അയാളോട് ചോദിക്കാനൊരു മടി തോന്നി ACPക്ക്. അനിൽകുമാറിന്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ച ശേഷം തോമസ് മാത്യു ഒന്നുകൂടി ആ പരിസരം നിരീക്ഷിച്ചു. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമോ എന്നൊരു പരീക്ഷണം. പക്ഷെ നിരാശയായിരുന്നു ഫലം.
4 കൊലപാതകം, 2 മാൻ മിസ്സിംഗ്. തലവേദന തന്നെയായിരുന്നു പോലീസിന്. മുകളിൽ നിന്നും ആവശ്യത്തിനുള്ള ചീത്തവിളി കേൾക്കുന്നുണ്ടായിരുന്നു ACP. 6 മാസം കഴിഞ്ഞിട്ടും ശിശുപാലനെയോ അള്ളുവാസു കണ്ട കൊലയാളി കെട്ടിത്തൂക്കി 2 പേരിൽ രണ്ടാമനെയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സാവധാനം അതെല്ലാം പുതിയ കേസുകളിൽ അടിമറഞ്ഞുപോയി. എന്നാലും ചില രാത്രികളിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി തനിച്ചിരിക്കുമ്പോൾ CI തോമസ് മാത്യുവിന്റെ ഉള്ളിൽ ആ 2 പേർ എവിടെ പോയി എന്നൊരു ചോദ്യം ഉയരും. അപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പടർന്നൊരു തരിപ്പ്. അതായിരുന്നു അദ്ദേഹം പ്രതീക്ഷിക്കുന്നതും. ഏതൊരു കേസിലും പിടിക്കപ്പെടാൻ ഒരു സാധ്യത ബാക്കി കാണും. പക്ഷെ ഇവിടെ ആ സാധ്യത മിസ്സായ 2 പേരാണ്. അവർ എവിടെയായിരിക്കും മറയപ്പെട്ടത്? ഒരു ചോദ്യത്തിന് ഒരുപാട് ചോദ്യങ്ങൾ തന്നെ തന്നിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്വയം പിൻവലിയും. ആയുർവേദ ഹോസ്പിറ്റലിലെ ചികിത്സ പുരോഗമിക്കുകയാണ്. ലോനപ്പിന് ഇപ്പോൾ എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നുണ്ട്. കാലുകളിൽ ഇപ്പോൾ ചെറുതായി ഒരു തരിപ്പ് അനുഭവപ്പെടുന്നുണ്ട്. വൈദ്യർ പറഞ്ഞിരുന്നു അതൊരു നല്ല ലക്ഷണമാണെന്ന്. ചിന്നമ്മ ലാലിച്ചനുമായി പുറത്തെ മുറ്റത്ത് നിൽക്കായിരുന്നു. ലാലിച്ചൻ ഓരോ പൂക്കളെയും തുമ്പികളെയും ചൂണ്ടി ചിന്നമ്മയോട് ഓരോന്ന് കാണിക്കുന്നു. അവന് സംശയങ്ങൾ കൂടുതലാണ്. മുൻപ് അവന് സംശയങ്ങൾ തീർക്കാൻ ലീനമോൾ ഉണ്ടായിരുന്നു. അവനെന്നും കൂട്ടായി. പക്ഷെ ഇപ്പോൾ ഓർത്തപ്പോൾ ചിന്നമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. നെഞ്ചിലൊരു പിടച്ചിൽ. ചില നേരങ്ങളിൽ ഓർക്കാപ്പുറത്ത് ലീനമോളുടെ വിളിയൊച്ച കേൾക്കും. ശിശുപാലന്റെ വീട്. അവിടെ ഇപ്പോൾ ശാന്തിയുടെ ബന്ധുക്കളുണ്ട്. ശാന്തിക്ക് കൂട്ടായി. സത്യത്തിൽ ശാന്തിയെ ശിശുപാലൻ വിവാഹം കഴിച്ചിരുന്നില്ല. അതൊരു സെറ്റപ്പായിരുന്നു. ഒരിക്കൽ അവർ ശിശുപാലിന്റെ സ്ഥിരം കക്ഷിയായിരുന്നു. ശിശുപാലിന്റെ തരികിട പണികളും തട്ടിപ്പറയാവുന്നവരിൽ ചുരുക്കം ചിലരിലൊരാൾ. ശിശുപാലന്റെ അടുക്കൽ ഒരുപാട് അടുത്തപ്പോൾ ശാന്തി മെനഞ്ഞൊരു നാടകത്തിൽ പെട്ടുപോയതാണ് ശിശുപാലൻ. നാട്ടുകാരെ ചേർന്ന് ശാന്തിയെ ശിശുപാലനുമായി കൂട്ടിക്കെട്ടുമ്പോൾ ശാന്തിയുടെ അച്ഛനും സഹോദരനും ആ നാടകത്തിന്റെ അണിയറയിൽ കളിച്ചു സമർത്ഥരായി. അത് പക്ഷേ ശിശുപാലൻ അറിഞ്ഞു വന്നപ്പോഴേക്കും കുരുക്ക് വല്ലാതെ മുറുകിയിരുന്നു. ശിശുപാലൻ എവിടെ പോയെന്ന് തുടക്കത്തിൽ അന്വേഷണം നടത്താൻ മുന്നോട്ട് നിന്നെങ്കിലും സാവധാനം ശാന്തി പിൻവലിയാൻ തുടങ്ങി. ആരും അന്വേഷണത്തിൽ ഇടപെടാനില്ലാതായതോടെ ശിശുപാലിന്റെ മാൻ മിസ്സിംഗ് കേസ് പതുക്കെ ഫയലുകളിൽ ഉറങ്ങി. പോലീസുകാർ മറ്റു കേസുകളുമായി പോയതോടെ ശിശുപാലൻ എന്നയാൾ ഒരു മാൻ മിസ്സിംഗ് കേസ് എന്ന ലേബലിൽ മറഞ്ഞു. ഇപ്പോൾ കുറച്ചു ദിവസമായി ശിശുപാലിന്റെ വീട്ടിലെ ബാത്റൂമുകളിലും മറ്റും ഒരു ഭീകര ദുർഗന്ധം വരുന്നു. എല്ലായിടവും പരിശോധിച്ചു നോക്കിയിട്ടും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. വീടിന്റെ പുറകിൽ നിന്നുമാണ് കൂടുതലായി ഈ ദുർഗന്ധം വരുന്നത്. ഒടുവിൽ ഒരു പ്ലംബറെ വിളിക്കേണ്ടി വന്നു. അയാൾ വന്ന് എല്ലായിടവും നോക്കി. ഒടുവിൽ സെപ്റ്റി ടാങ്കിന്റെ പരിസരം നോക്കിയപ്പോൾ ടാങ്കിന്റെ സ്ലാബിൽ ഒരു ചെറിയ വിടവ് കണ്ടു. അതായിരിക്കാൻ കാരണമെന്നും എന്നാലും ഒന്ന് തുറന്നു നോക്കുന്നതിൽ തെറ്റില്ലെന്നും പ്ലംബർ പറഞ്ഞപ്പോൾ ശാന്തി അത് തുറക്കാൻ സമ്മതിച്ചു. ടാങ്കിന്റെ സ്ലാബ് മാറ്റിയപ്പോൾ ദുർഗന്ധത്തിന്റെ ആക്കം വർദ്ധിച്ചു. ടാങ്കിന്റെ കണക്ഷൻ പൈപ്പിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നോക്കാനായി ഒരു വലിയ നീളമുള്ളൊരു വടിയെടുത്ത് കുത്തി നോക്കുമ്പോൾ എന്തോ കനമുള്ള വസ്തുവിൽ തട്ടിയതുപോലെ തോന്നി പ്ലംബർക്ക്. അപ്പോൾ ഒന്നുകൂടി ശക്തിയായി ഇളക്കിയപ്പോൾ കണ്ടു എന്തോ ഒരു വസ്തു പൊങ്ങി വരുന്നത്. പൊങ്ങി വന്ന സാധനം എന്താണെന്നറിയാൻ അതൊരു വിധത്തിൽ വലിച്ച് പുറത്തിടാൻ ശ്രമിക്കവേ അതൊരു ചാക്കുകെട്ടാണെന്നും അതിന് സാമാന്യത്തിൽ കൂടുതൽ ഭാരമുണ്ടെന്നും പ്ലംബർക്ക് മനസ്സിലായി. അയാൾ സഹായത്തിനായി ശാന്തിയുടെ അച്ഛനെയും സഹോദരനെയും വിളിച്ചു. അവരുടെയും കൂടി സഹായത്താൽ ആ ചാക്കുകെട്ട് അവർ പുറത്തെടുത്തു. അതിരൂക്ഷമായ ദുർഗന്ധം പരക്കാൻ തുടങ്ങിയിരുന്നു അവിടമാകെ. ചാക്കുകെട്ടിന്റെ വിടവിലൂടെ കൃമികൾ പുറത്തു ചാടിയപ്പോൾ അവിടെ ചില ആളുകൾ വന്നുകൂടിയിരുന്നു. അതിൽ പ്രായമുള്ള ഒരാൾ പറഞ്ഞു, ഇത് ചിലപ്പോ ആരെങ്കിലും വല്ലവനെയും തല്ലിക്കൊന്ന് താഴ്ത്തിയതല്ല എന്ന് പറയാൻ പറ്റോ? നിങ്ങൾ പോലീസിനെ വിളിക്കാൻ നോക്ക്. അത് കേട്ട് നാട്ടുകാരെ ചിലർ അതിനെ അനുകൂലിച്ചു. കാരണം 3-4 മരണങ്ങൾ ആ പ്രദേശത്തും അതിനടുത്ത ഭാഗങ്ങളിലും നടന്നിരുന്നതും ശിശുപാലിനെയും മറ്റൊരാളെയും ഇതുവരെ കണ്ടുകിട്ടാത്തതുകൊണ്ടും ഇത് പോലീസിൽ അറിയിക്കുന്നതാണ് നല്ലതെന്നും തോന്നിയിരുന്നു. അതോടെ വിവരം പോലീസിൽ അറിയിച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പോലീസ് എത്തി. അവരുടെ നേതൃത്വത്തിൽ പോലീസ് ചാക്കുകെട്ടഴിച്ചു. അതിൽ ഒരാളുടെ തലയില്ലാത്ത ശരീരമായിരുന്നു ഉണ്ടായിരുന്നത്. വസ്ത്രങ്ങളെന്ന് പറയാൻ അടിവസ്ത്രം മാത്രം. പോലീസ് പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. അവർ ശാന്തിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഒപ്പം ശാന്തിയുടെ സഹോദരനെയും അച്ഛനെയും. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കൊല്ലപ്പെട്ടത് 6 മാസങ്ങൾക്ക് മുമ്പായിരുന്നുവെന്നും ശരീരത്തിൽ മുറിവിനേക്കാൾ മാരകമായി ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും ഉണ്ടായിരുന്നു. മരണപ്പെട്ടയാൾ ശിശുപാലനാണെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. അയാളുടെ ശരീരം പൂർണ്ണമായും അഴുകിയ നിലയിലായിരുന്നു. ശാന്തിക്കോ മറ്റുള്ളവർക്കോ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. ബോഡിയിൽ ഓർണമെന്റ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സാധാരണ ശിശുപാലൻ കഴുത്തിലൊരു 5 പവന്റെ മാലയും കയ്യിൽ നവരത്നങ്ങൾ പതിച്ചൊരു മോതിരവും ഒരു കയ്യിൽ ചെയിനും ധരിക്കാറുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഈ ബോഡിയിലില്ലായിരുന്നു. എങ്കിലും DNA ടെസ്റ്റിൽ അത് തിരിച്ചറിയാൻ ശിശുപാലിന്റെ ബന്ധുക്കൾ ആരും തന്നെ ഇല്ലെന്നതും ഒരു കാരണമായി. ആരാണ് കൊല്ലപ്പെട്ടതെന്ന് തിരിച്ചറിയാൻ കഴിയാതെയും 2 മാൻ മിസ്സിംഗ് കേസ് നിലനിൽക്കുന്നതിനാലും
ബോഡി തൽക്കാലം മോർച്ചറിയിൽ സൂക്ഷിക്കാനും തീരുമാനമായി. ശാന്തിയെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്തു. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ശിശുപാലനുമായി ശാന്തി മിക്ക ദിവസങ്ങളിലും വഴക്ക് പതിവായിരുന്നു. അത് ഉമ എന്നൊരു സ്ത്രീയുടെ കാര്യത്തെ ചൊല്ലിയായിരുന്നു. കാരണം ശിശുപാലൻ ആദ്യമായി ശാന്തിയെ കണ്ടുമുട്ടുന്നതും കൂട്ടാക്കുന്നതും അവിടെ മുതലാണ്. ഉമ എന്ന സ്ത്രീയുടെ ഭർത്താവ് വിദേശത്തായിരുന്നു. അയാളെ ഒരിക്കൽ പോലും ശാന്തിയോ ശിശുപാലനോ കണ്ടിരുന്നില്ല. പക്ഷേ പുതിയ വീട് പണിയാനുള്ള ഉത്തരവാദിത്വം ഉമ്മയുടെ അച്ഛനാണ് ശിശുപാലനെ ഏൽപ്പിച്ചിരുന്നത്. പണികൾ ഏകദേശം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഉമ്മയുടെ അച്ഛനൊരു ആക്സിഡന്റ് പറ്റി. ഓർമ്മ നഷ്ടമായി. അതോടൊപ്പം ഉമ്മയുടെ ഉത്തരവാദിത്തം കൂടി ശിശുപാലൻ ഏറ്റെടുത്തു. ശാന്തിയോട് ശിശുപാലൻ പറഞ്ഞിരുന്നത് ഉമ്മയുടെ ഭർത്താവ് അവരെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോയതാണ്. പക്ഷെ അത് പുറത്താർക്കറിയില്ലെന്നും. അതിനാണ് ഭർത്താവ് വിദേശത്താണെന്ന് പറയുന്നതും. പക്ഷെ ചില സമയങ്ങളിൽ ഉമ്മയുടെ ശിശുപാലന്റെ സംസാരം ശാന്തി ഒളിച്ചു നിന്ന് കേൾക്കാറുണ്ടായിരുന്നു. അതിൽ നിന്നും ശാന്തിക്കൊരു കാര്യം വ്യക്തമായി. ഉമ്മയുടെ ഭർത്താവ് വിദേശത്ത് തന്നെയാണ്. വീട് പണിക്കുള്ള പൈസ കൃത്യമായി അയച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ ശിശുപാലൻ വീട് പണിയെടുത്ത കരാറുകാരനെ മറ്റൊരു തരത്തിലാണ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നത്. ആദ്യം 20 ലക്ഷം രൂപ കൊടുത്തു. ബാക്കി തുക മുഴുവനായും വീടിന്റെ പണി പൂർത്തിയാക്കി തീർത്തതിനു ശേഷം ഉടമസ്ഥൻ കൊടുത്തു തീർക്കുമെന്നായിരുന്നു കരാറ്. പണി ഏറ്റെടുത്ത കരാറുകാർ അത് വിശ്വസിച്ചു. പണി മുഴുവൻ തീർത്തു. പാലുകാച്ച ചടങ്ങിന് തലേന്ന് അയാളെ ശിശുപാലൻ വിളിച്ചു വരുത്തി. വീടിന് മുകളിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു. പിന്നെ ഒരു നിലവിളിയും പുറത്തുണ്ടായിരുന്ന ശിശുപാലന്റെ ഒപ്പം എല്ലാ സമയവും കാണുന്ന 4 അന്യസംസ്ഥാന പണിക്കാർ ഉണ്ടായിരുന്നു. അവരോടൊപ്പം അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് 2 മാസത്തോളം എനിക്ക് ശിശുപാലന്റെ കൂടെ പണിയില്ലായിരുന്നു. അതെന്നെ ഒഴിവാക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് സംശയിച്ചു. ഒരു ദിവസം ആ പുതിയ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഉമ്മയും ശിശുപാലനും തമ്മിൽ തർക്കം നടക്കുന്നുണ്ടായിരുന്നു. അത് ആ കരാറുകാരന്റെ കാര്യത്തെ ചൊല്ലിയായിരുന്നു. പിന്നെ താൻ പോലീസിൽ പരാതിപ്പെടുമെന്നും പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരു രാത്രിയിൽ ശിശുപാലൻ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ശിശുപാലനോട് നേരിട്ട് ചോദിച്ചു. ആദ്യം അയാൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അപ്പോഴാണ് അയാളെ വശത്താക്കാനും അയാളുടെ കയ്യിൽ നിന്നും പണം തട്ടാനും ഒരു വഴി തെളിഞ്ഞത്. അയാളെ കല്യാണം കഴിക്കുക. അയാൾ ഒരിക്കലും സമ്മതിക്കില്ല എന്നറിയായിരുന്നു. അങ്ങനെയാണ് അയാളെ ഞാൻ വീട്ടിൽ വിളിച്ചു വരുത്തി നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ വിവാഹം കഴിച്ചു. ഒരമ്പലത്തിൽ വെച്ചൊരു താലി കെട്ടി. ആ അമ്പലത്തിന്റെ രജിസ്റ്ററിൽ ഒപ്പിട്ടു. ആ ഉടമ്പടിയിലാണ് ഞാൻ ഇപ്പോഴിവിടെ താമസിക്കുന്നത്. ഒരു കുമ്പസാരം പോലെ ശാന്തി താനും ശിശുപാലനും തമ്മിലുണ്ടായിരുന്ന ബന്ധം വെളിപ്പെടുത്തി. അപ്പോൾ CI തോമസ് മാത്യു അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു. ഈ ഉമ എന്ന സ്ത്രീയും അവരുടെ മകളും ഇപ്പോഴെവിടെ? അവർക്കെന്താ സംഭവിച്ചത്? അല്പനേരം ശാന്തി മൗനമായിരുന്നു. പിന്നെ അവർ തുടർന്നു. പിന്നീട് പല പ്രാവശ്യം ഞാൻ ശിശുപാലന്റെ അടുത്ത് ഉമയെപ്പറ്റി തിരക്കി. ഒഴിഞ്ഞു മാറുകയായിരുന്നു അപ്പോഴെല്ലാം. അപ്പോഴേക്കും ശിശുപാലൻ ആ വീട് വിറ്റിരുന്നു. അപ്പോൾ എന്നെ വിവാഹം കഴിച്ചിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഒരു രാത്രി ശിശുപാലൻ നല്ലവണ്ണം മദ്യപിച്ചിരുന്ന സമയം അയാൾ പറഞ്ഞു ചില കാര്യങ്ങൾ. അവിടെ മുതൽ എനിക്കും അയാളെ ഭയമായി തുടങ്ങിയിരുന്നു. ഒരു ചിത്രത്തിൽ എന്നപ്പോൾ ശാന്തിയുടെ മനസ്സിൽ അന്നത്തെ ചിലത് തെളിഞ്ഞു വന്നു. നല്ലപോലെ മദ്യം കഴിച്ചിരുന്നു ശിശുപാലൻ. ശാന്തി അയാൾക്ക് വീണ്ടും കുറച്ച് മദ്യം കൂടി പകർന്നു കൊടുത്തു. പിന്നെ തഞ്ചത്തിൽ അയാളോട് ചേർന്നിരുന്നു. ശിശുപാലൻ കുഴഞ്ഞ ശബ്ദത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ശാന്തി ഉമയെക്കുറിച്ച് ചോദിച്ചു. നിങ്ങൾ ആ ഉമയെ ഇപ്പോൾ വിളിക്കാറില്ലേ? അതോ അവരെ വേറെ എവിടെയെങ്കിലും പറഞ്ഞു വിട്ടോ? ശിശുപാലൻ ഒരു വികലമായ ചിരി ചിരിച്ചു. പിന്നെ ശാന്തിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, സ്വയം പ്രശംസിക്കുന്ന പോലെ, എടീ, നിനക്കിപ്പോഴും അറിയില്ല ശിശുപാലനെ. ഉമ അവളിപ്പോൾ സുഖമായിരിക്കുന്നുണ്ടാവും. വളരെ സുഖമായി. അത് പറയുമ്പോൾ അയാൾ സ്വയം ആസ്വദിക്കുന്നത് പോലെ തോന്നി ശാന്തിക്ക്. ശിശുപാലൻ പറഞ്ഞു വന്നതിൻ്റെ ബാക്കി തുടർന്നു. പക്ഷേ അവൾക്കിപ്പോൾ എന്നെ തിരിച്ചറിയുമോ എന്നറിയില്ല. അറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ അവളുടെ മോൾ, അതിനെ ആർക്കും ഒരു ബാധ്യതാകാതെ പോയി. ഉമ്മയുടെ തന്ത പോയ വഴിക്ക് ഒരു വഴി തെളിക്കുമ്പോൾ അവിടെ ഈ ചെറിയ പാമ്പും പല്ലിയും പഴുതാരയൊക്കെ ഉണ്ടായില്ലേ, അതുപോലെ. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? പാമ്പാണെങ്കിൽ തല്ലിക്കൊല്ലും, പല്ലിയും പഴുതാരയാണെങ്കിൽ ചവിട്ടിക്കൊല്ലും, അത്ര തന്നെ. ഇവിടെ അത്രയേ അതിനന്ന് തന്നെ തീർത്തു. ഞാൻ മാത്രമല്ല, എൻ്റെ പിള്ളേരും ഉണ്ടായിരുന്നു. ചെറിയ കൊച്ചാണേലും അവന്മാർക്കത് ധാരാളം. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ഞരക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കി വെച്ചിട്ട് എന്നതാ കാര്യം? അപ്പോൾ നോക്കിയപ്പോൾ കണ്ടത് സെപ്റ്റി ടാങ്ക് മാത്രമായിരുന്നു. അതിൽ തട്ടി. ഗതികേട്. അതെങ്ങനെയോ പുറത്തായി. അതിനാ പോലീസുകാരൻ അനിൽകുമാർ വാങ്ങിയത് 5 ലക്ഷം. എന്നാലും അവൻ ആ കേസൊന്ന് ഒതുക്കി തന്നു. പിന്നെ ഉമ, അവളിനി വരില്ല. അതിന് നീ ചോദിക്കാൻ വേണ്ട. പറഞ്ഞു വന്നത് തീർത്തു. അവസാനത്തേതൊരു താക്കീതുമാക്കി ശിശുപാലൻ ഇരുന്നിരുന്ന സോഫയിലേക്ക് മറഞ്ഞു. പിന്നെ കൂർക്കം വലി തുടങ്ങി. ശാന്തിയുടെ ഉത്തരങ്ങൾക്ക് അപ്പോഴും വ്യക്തത കാണാതെയിരുന്നു തോമസ് മാത്യു.
അദ്ദേഹം ശാന്തി പറഞ്ഞതിൽ ഉമയുടെ അച്ഛന് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞതിൽ ഒരു പൊരുത്തക്കേട് കണ്ടു. ആദ്യം ശാന്തി പറഞ്ഞിരുന്നത് ഒരു ആക്സിഡന്റിനെ പറ്റി, ഓർമ്മശക്തി നഷ്ടമായെന്നായിരുന്നു. പക്ഷെ ഉമയുടെ മകള് കൊല്ലപ്പെട്ടു എന്നും അത് സാധാരണ മരണമായി മാറ്റാൻ അനിൽകുമാർ 5 ലക്ഷം രൂപ വാങ്ങിയെന്നും പറയുന്നു. അപ്പോ ഉമയുടെ അച്ഛനും കൊല്ലപ്പെട്ടോ? ആ ചോദ്യം വീണ്ടും ചോദിച്ചു. അപ്പോൾ ശാന്തി പറഞ്ഞത് ആക്സിഡന്റിനെ പറ്റി ഓർമ്മ നഷ്ടമായി ഏകദേശം 2 മാസത്തോളം മാത്രമേ തുടർന്നുള്ളൂ. കുറേശ്ശെയായി അദ്ദേഹത്തിന് പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിഞ്ഞു തുടങ്ങിയപ്പോൾ തനിക്കുണ്ടായ അപകടം എങ്ങനെയായിരുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അത് അദ്ദേഹം ഉമയോട് എപ്പോഴോ സൂചിപ്പിച്ചു, ശിശുപാലിനെ സൂക്ഷിക്കണമെന്നും. പക്ഷേ ചതിയുടെ ആഴമറിയാതെ ഉമ ആ കാര്യം ശിശുപാലിനോട് ചോദിച്ചു. ശരിക്കും അവിടെ മുതലാണ് ഉമയും ശിശുപാലനും തമ്മിൽ തെറ്റാൻ തുടങ്ങിയത്. തൻ്റെ ഒരു വിവരവും മറ്റൊരാൾ അറിയരുതെന്നത് ശിശുപാലന്റെ ഉറച്ച തീരുമാനമായിരുന്നു. ശിശുപാലൻ എങ്ങനെയാണ് ഉമയുടെ അച്ഛനുമായി പരിചയത്തിലായതെന്ന് ഉമയ്ക്ക് അറിയായിരുന്നു, അവരുടെ അച്ഛനിൽ നിന്നും. എന്നാൽ ഉമയുടെ അച്ഛൻ ജീവിച്ചിരുന്നാൽ അത് ഉമ അറിയുമെന്ന് ഭയന്നാണ് ശിശുപാലൻ അദ്ദേഹത്തെ ഇല്ലാതാക്കിയത്. അതൊരു സാധാരണ മരണമായിട്ടാണ് പുറമേ അറിഞ്ഞിരുന്നത്. പക്ഷെ അത് ചെയ്തത് ശിശുപാലന്റെ കൂടെയുണ്ടായിരുന്ന തൊഴിലാളികൾ തന്നെയാണ്. അവരെ ആ ലേബലിലാണ് ശിശുപാലൻ കൊണ്ടു നടന്നിരുന്നത്. പക്ഷേ അവർ അയാളുടെ കൂടെയുള്ള ഗുണ്ടകൾ തന്നെയായിരുന്നു. ശിശുപാലൻ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ മറ്റു പലർക്കും കൊട്ടേഷൻ ഏൽപ്പിച്ചു കൊടുക്കലും ഉണ്ടായിരുന്നു. അതും അറിഞ്ഞത് മദ്യപിച്ച് ബോധമില്ലാതിരിക്കുമ്പോൾ വിളിച്ചു പറയുമ്പോഴാണ്. എന്നാൽ പണി കഴിപ്പിച്ച വീട് പണി പൂർത്തിയായപ്പോഴേക്കും ആ വസ്തു ശിശുപാലന്റെ കൈവശമായി കഴിഞ്ഞിരുന്നു. കാരണം ആ ഭൂമിയുടെ രേഖകളെല്ലാം ഉമയുടെ പേരിലായിരുന്നു. ഒരുപക്ഷെ അവരെ ഭീഷണിപ്പെടുത്തി ശിശുപാലൻ ആ വസ്തുവകകൾ കൈവശപ്പെടുത്തിയതാകാം. ഇതെല്ലാം അറിഞ്ഞത് ശിശുപാലനുമായുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോ അയാൾ എന്നെ എപ്പോഴാണ് കൊല്ലുന്നതെന്ന ഭയത്തിലാണ്. അയാൾ വീട്ടിലില്ലാത്തപ്പോഴും ഉള്ളപ്പോഴും പരമാവധി അകന്നു നിന്നിരുന്നത്. കാണാതായതിനു മുൻപ് ഞാൻ അയാളോട് പറയാതെയാണ് എൻ്റെ വീട്ടിൽ പോയത്. കാരണം അയാൾ വീട്ടിലില്ലാതിരിക്കുമ്പോൾ അയാളുടെ ഗുണ്ടകൾ വരുമെന്ന് ഭയന്നിരുന്നു. അതിൻ്റെ ഒരു സൂചനയും ഒരിക്കൽ കിട്ടി. ശിശുപാലൻ അവരോട് ഹിന്ദിയിലും പിന്നെ എനിക്ക് തീരെ മനസ്സിലാവാത്ത വേറെ ഒരു ഭാഷയിലും സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ അവരുടെ സംസാരം കേട്ടതിൻ്റെ പിറ്റേന്നാണ് ഉമയുടെ അച്ഛൻ മരിച്ചത്. ആ സംശയം വീണ്ടും വന്നപ്പോഴാണ് മാറി നിന്നത്. ശാന്തിയുടെ മൊഴികളിലൂടെ പോകുമ്പോൾ മുന്നിൽ ശിശുപാലൻ എന്നയാൾ ഒരു ചെറിയ മീനല്ലെന്ന് ബോധ്യപ്പെടുകയായിരുന്നു. ശിശുപാലനെ തിരയുമ്പോൾ ഒരിക്കലും അയാൾ ആരാണ്, അയാളുടെ നാടെവിടെയാണ്, ഒന്നും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ശിശുപാലന്റെ പേര് പോലും അതാണോ എന്ന നിശ്ചയം പോരാ. ഉമയിൽ നിന്നും വാങ്ങിയ രജിസ്റ്റർ പരിശോധിക്കാൻ തീരുമാനിച്ചു തോമസ് മാത്യു. ശാന്തിയെ തൽക്കാലം വിട്ടയക്കാൻ തീരുമാനിച്ചു, വിളിക്കുമ്പോൾ വരണമെന്ന നിബന്ധനയോടെ. ഉമയുടെ പേരിലുണ്ടായിരുന്ന സ്ഥലം ആർക്കാണ് കൈമാറ്റം ചെയ്തതെന്ന് അന്വേഷിക്കാൻ പുറപ്പെട്ട തോമസ് മാത്യു ചിന്താക്കുഴപ്പത്തിലാക്കിക്കൊണ്ടുള്ള അറിവാണ് അവിടെ നിന്ന് കിട്ടിയത്. ഉമ എന്ന സ്ത്രീ അവരുടെ ഒരു വക സ്വത്തുക്കളും ശിശുപാലൻ എന്നൊരാൾക്കോ അങ്ങനെ ഒരാളുടെ ബിനാമികൾക്കോ കൊടുത്തിട്ടില്ല. ഉമ സ്ഥലവും വീടും വിറ്റിരിക്കുന്നത് ഗിരിധർ എന്നൊരാൾക്കാണ്. അതും കരാർ എന്നൊരു ഉടമ്പടിയില്ലാതെ നേരിട്ട്. രജിസ്റ്റർ ചെയ്ത കോപ്പികൾ പരിശോധിക്കുമ്പോൾ അറിഞ്ഞു ഗിരിധറും ശിശുപാലനും രണ്ടാണെന്ന്. അപ്പോ ചോദ്യങ്ങൾ കൂടുകയും ഉത്തരങ്ങൾ കൂടുതൽ അകലത്തിലേക്ക് മറയപ്പെടുകയും ചെയ്യുന്നു. തലപരിക്കുന്നത് പോലെ തോന്നി തോമസ് മാത്യുവിന്. ACP സിദ്ധാർത്ഥ് അരകൻ തോമസ് മാത്യു നൽകിയ കേസ് ഡയറി നോക്കുകയായിരുന്നു. പല ഭാഗങ്ങൾ വായിച്ചു കടന്നു പോകുമ്പോൾ ശിശുപാലൻ ഒരു മിസ്റ്ററിയായി മാറുകയാണെന്ന് തോന്നി. ഒരു പേരിൽ അയാൾ നാട്ടിലും വീട്ടിലും അറിയപ്പെടുന്നു. എന്നാൽ അയാളുടെ ശിശുപാലൻ എന്ന പേരിൽ ഒരിടത്തും ഒരു രൂപയുടെ നിക്ഷേപം പോലുമില്ല. എന്നാൽ അയാൾ എല്ലാവരുടെയും മുന്നിൽ മാന്യൻ. പക്ഷേ ഒരിടത്ത് പോലും അയാൾ തൻ്റെ യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. അയാൾ ഏത് നാട്ടുകാരനാണെന്നോ ശരിക്കും അയാളുടെ പേരോ നാടോ അറിയില്ല, ബന്ധുക്കളെ അറിയില്ല. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അയാളുടെ ഡെഡ് ബോഡിയാണെന്നോ അറിയില്ല. ആകെ തലതിരിഞ്ഞു പോവുകയാണ് കേസെന്ന് മനസ്സിലായ ACPക്ക് ആകെ ഒരു തുമ്പുണ്ടായിരുന്നത് അനിൽകുമാറുമായി ശിശുപാലിന് കണക്ഷൻ ഉണ്ടായിരുന്നു എന്നതാണ്. പക്ഷെ അയാളും കൊല്ലപ്പെട്ടു. അതും മറ്റു 4 പേരും കൊല്ലപ്പെട്ട അതേ രീതിയിൽ. പക്ഷെ കൊലയാളി ഇപ്പോഴും ഇരുളിലാണ്. ശരിക്കിപ്പോ കുറ്റവാളി ആരെന്നായി ചോദ്യം. മരണപ്പെട്ടവരോ അതോ ഓരോന്നിനെയും അവർ ചെയ്ത അതേ നാണയത്തിൽ തിരിച്ചു മറുപടി കൊടുത്ത കൊലയാളിയോ? പോലീസ് അന്വേഷണം ഒരിടത്തും എത്താതെ പോകുമ്പോൾ മുകളിൽ നിന്നുമുള്ള ചോദ്യങ്ങളിൽ ഉത്തരമില്ലാതെ വട്ടം തിരിഞ്ഞു ACP സിദ്ധാർത്ഥ് അരകൻ. കൊലപാതകത്തിന്റെ ഓരോ നാളുവഴികളിലും കൊലയാളിയുടെ അടങ്ങാത്ത പക വ്യക്താണ്. പക്ഷേ ആര്? കൊല്ലപ്പെട്ടവർ അവരുടെ നാടുകളിൽ നിരവധി കേസുകളിൽ പ്രതികളാണ്. അതും 2ഉം 4ഉം വയസ്സുള്ള കൊച്ചുകുട്ടികളെ വരെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയതും. അല്ലാതെ മോഷണം, കൊലപാതകം ഇതിലെല്ലാം തന്നെ കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോൾ തന്നെ അവരുടെ രാജ്യത്തിൽ നിന്നും തന്നെ രക്ഷപ്പെട്ടവർ. അവർ കൊളിത്താവളമായി മാറുന്നത് കേരളവും. അവർക്ക് മറയൊരുക്കുന്നതും സംരക്ഷിക്കുന്നതും ഇപ്പോൾ വിളിച്ചു തെറി പറയുന്നവർ. വിരോധാഭാസം എന്നല്ലാതെ എന്തു പറയാൻ?
തന്റെ മുന്നിലിരുന്ന കേസ് ഡയറി മടക്കി വെക്കുമ്പോൾ ACP സിദ്ധാർത്ഥ് തരകൻ തോമസ് മാത്യു തന്റെ മുന്നിൽ ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി വിശകലനം ചെയ്തു. ഇതിലൊരു സീരിയൽ ടേസ്റ്റ് കാണുന്നില്ലേ എന്ന് ആലോചിക്കുമ്പോൾ ശരിയാണ്. ശാന്തി പറഞ്ഞ കഥയിൽ ഒരാളുണ്ട്. പക തോന്നാനും നടപ്പാക്കാനും ഇടയായ കാരണങ്ങളും കാണും. പക്ഷെ അതാര്? ആ ചോദ്യത്തിലെത്തുമ്പോൾ ചീട്ടുകൊട്ടാരം പോലെ അതുവരെ കൊണ്ടുവന്ന എല്ലാ ഉത്തരങ്ങളും തകരുന്നു. ഒരു നിഴൽ മായുന്ന ലാഘവത്തിൽ എല്ലാം മാഞ്ഞു പോകുന്നു. അനിൽകുമാർ മരിച്ച് 1 വർഷം തികയുകയായിരുന്നു. സുമ അനിൽകുമാർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെല്ലാം വൃത്തിയാക്കി വയ്ക്കുന്നതിനായി അയാളുടെ മുറിയിൽ കയറി. പിരിഞ്ഞിട്ട് 2 വർഷത്തിലേറെ മാറി നിന്നെങ്കിലും അവർക്ക് അയാളുടെ മരണം ഒരു വേദനയായി തന്നെ നിലനിന്നിരുന്നു. 5 വർഷം ജീവനിൽ ജീവനായി കൊണ്ടു നടന്നു. ഭൂമിയുള്ള കാലത്തോളം പിരിയില്ലെന്ന് സത്യം ചെയ്തു. കണ്ണും കരളും ഒന്നായി. പക്ഷേ എന്നാണ് അനിലിന്റെ ഉള്ളിൽ തന്റെ സ്ഥാനം കുറഞ്ഞു പോയതെന്നറിഞ്ഞില്ല. അങ്ങനെയൊന്ന് സംശയിക്കാൻ പോലും അന്ന് കഴിയുമായിരുന്നില്ല. അതായിരുന്നു സത്യം. ഒരിക്കലൊരു പെട്ടി നിറയെ പണവുമായി രാത്രി ഏറെ വൈകി വന്നപ്പോൾ വല്ലാതെ കുടിച്ചിരുന്നു. അന്നു തുടങ്ങി പരസ്പര ധാരണയിലെ പൊരുത്തക്കേടുകൾ. മദ്യലഹരിയിൽ പുലമ്പിയ ചിലതിൽ കല്ലുകടികൾ തോന്നി. പിന്നെ അതൊരു പതിവായി. ചില രാത്രികളിൽ അലറിക്കരഞ്ഞുകൊണ്ട് ഉണരുന്ന ഭർത്താവിനെ നോക്കിയിരിക്കുമ്പോൾ അറിഞ്ഞു, താൻ സ്നേഹിച്ച ആളല്ല ഇപ്പോഴത്തെ അനിലെന്നും ജീവിതം കൈവിട്ടു പോവുകയാണെന്നും. ഓരോന്നോർത്ത് ഓരോ സാധനങ്ങളും മടക്കി ഒരു ഭാഗത്ത് വെക്കുമ്പോൾ കണ്ടു, ക്വാർട്ടേഴ്സിൽ നിന്നും അനിലിന്റെ മരണശേഷം കൊണ്ടുവന്ന അനിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾക്കിടയിൽ ഒരു ഡയറി. വിവാഹത്തിന് മുമ്പ് ഡയറി എഴുതുന്ന പതിവുണ്ടായിരുന്നു അനിലിന്. വിവാഹശേഷം എന്തുകൊണ്ടോ അത് നിർത്തിയിരുന്നു. സുമ ആ ഡയറി കയ്യിലെടുത്ത് അതിലെ പേജുകൾ മെല്ലെ മറച്ചു. അതിൽ ആദ്യ പേജിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഇന്ന് ഡിസംബർ 11. ഞാൻ ഏറ്റവും കൂടുതൽ ഭയന്നിരുന്ന ആളെ കണ്ടെത്തി. ഒരിക്കലും ഇനി കാണരുതെന്ന് വിചാരിച്ച അതേയാൾ. ആ പേജിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡയറി എഴുതിയിരുന്നത് പുതുവർഷത്തിലാണ്. അതിൽ കണ്ടു, ഇന്നൊരു പുതുവർഷമാണ്. സുമ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് വെറുതെ മോഹിച്ചുപോയി. ഇന്നും അയാൾ വന്നു, പഴയ കൂട്ടിനായി. പക്ഷെ വേണ്ടെന്ന് തോന്നി. ഒന്ന് ചിരിച്ചെന്ന് വരുത്തി ഒഴിഞ്ഞു പോന്നു. പിന്നെ ഡയറി എഴുതിയിരുന്നത് മാർച്ചിലായിരുന്നു. എന്തിനാണ് ഇത്രയും അകലം പാലിച്ച് ഡയറി എഴുതുന്നതെന്നോർത്ത് അതിൽ നോക്കിയപ്പോൾ കണ്ടു, എന്നും കാണുന്ന സ്വപ്നം ഇന്നും കണ്ടു. ആ പെൺകുട്ടിയുടെ നെഞ്ചു പിളർക്കുന്ന കരച്ചില്. കരച്ചിലിനൊടുവിൽ ടാങ്കിലെ വെള്ളത്തിലേക്ക് താഴുമ്പോൾ അവസാന ശ്വാസമെടുക്കാൻ തുറന്ന വായിലേക്ക് ടാങ്കിലെ വെള്ളം കയറുന്നിടത്തും ഒരു ചുമയോടെ താഴ്ന്നു പോകുന്നതും. ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഇപ്പോൾ തോന്നുന്നു. പക്ഷെ ആരോട്? സുമ വേഗം അടുത്ത പേജിൽ നോക്കി. അത് അടുത്ത ദിവസം തന്നെ എഴുതിയതാണ്. അതിൽ കണ്ടു, ഞാനിന്ന് ശിശുപാലനെ കണ്ടു. അയാൾ ആ വീട് വിറ്റു. ഉമ്മ ഇപ്പോൾ എവിടെയെന്ന് തിരക്കിയപ്പോൾ അയാളൊരു ചിരിയോടെ പറഞ്ഞത്, അവളിനി വരില്ലടോ. അവളെന്നല്ല, ആരും. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അയാൾ പോകുമ്പോൾ അയാളെ വേറൊരു പേര് വിളിച്ച് ഒരാൾ വരുന്നത് കണ്ടു. എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള മുഖം. ഓർത്തപ്പോൾ പിടികിട്ടി. തമിഴ്നാട്ടിലേക്ക് ആക്രി സാധനങ്ങൾ കയറ്റുന്ന പെരുമാൾ. പെരുമാൾ ശിശുപാലനെ വിളിച്ചത് പക്ഷെ മറ്റൊരു പേരായിരുന്നു. അപ്പോൾ ശിശുപാലൻ ചുറ്റുമൊന്ന് നോക്കുന്നതും കണ്ടിരുന്നു. എന്തോ അയാളിൽ എനിക്കന്ന് ആദ്യമായൊരു പിശക് തോന്നി. സുമയിൽ ആകാംക്ഷയേറി. അടുത്ത പേജ് മറിക്കുമ്പോൾ കണ്ടു, പക്ഷെ അത് 3 മാസങ്ങൾ കഴിഞ്ഞ് എഴുതിയതായിരുന്നു. അതിൽ ശിശുപാലനെ പെരുമാൾ വിളിച്ചിരുന്ന പേര് മുഹമ്മദ് റാഫി എന്നായിരുന്നു. ശിശുപാലൻ എങ്ങനെ മുഹമ്മദ് റാഫിയായി? സുമയിലും ആ സംശയം ബലപ്പെട്ടു. സുമ ഫോണെടുത്ത് തോമസ് മാത്യുവിന്റെ നമ്പർ ഡയൽ ചെയ്തു. മറുതലയ്ക്കൽ ബെല്ലടിച്ചു നിന്നതല്ലാതെ ഫോൺ ആരും എടുത്തില്ല. ആലോചനയോടെ സുമ വീണ്ടും ഡയറി മറിച്ച് നോക്കാൻ തുടങ്ങി. അനിൽകുമാർ വീണ്ടും എഴുതിയ തീയതി കുറച്ചു നാളുകൾ കൂടി കഴിഞ്ഞതായിരുന്നു. അതിൽ ഞാൻ വീണ്ടും ശിശുപാലനെയും പെരുമാളിനെയും കണ്ടു. പക്ഷെ അന്ന് അവരോടൊപ്പം മറ്റു ചിലർ കൂടി ഉണ്ടായിരുന്നു. അവരെ ശിശുപാലനൊപ്പം ഞാൻ ആദ്യമൊക്കെ കാണുമ്പോൾ ശിശുപാലൻ പറഞ്ഞിരുന്നത് അവർ അയാളുടെ പണിക്കാരാണെന്നാണ്. അവരിൽ പലരും അവർ പറഞ്ഞു നടന്നിരുന്ന നാട്ടുകാരല്ലായിരുന്നു. മറ്റു രാജ്യക്കാരും സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവരായിരുന്നു. ഒരിക്കൽ അവരുടെ സംസാരത്തിൽ നിന്നും ശിശുപാലൻ പാകിസ്ഥാൻകാരനല്ലേ എന്ന് കൂട്ടാളികൾ തമ്മിൽ സംസാരിക്കുന്നതും കേട്ടിരുന്നു. പുറമേ പെരുമാറുന്ന രീതിയിലല്ലായിരുന്നു ഇപ്പോൾ അവർ ശിശുപാലനുമായി ഇടപെട്ടിരുന്നത്. അതൊരു സംശയമായി തുടർന്നപ്പോൾ അവരെ ഒന്ന് നിരീക്ഷിക്കുന്നത് നന്നാവൂ എന്ന് തോന്നി. അവിടെ ഞാൻ അറിഞ്ഞത് പുറത്തായ ചിലപ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാകുമോ എന്നത് സംശയമാണ്. അനിൽകുമാർ പിന്നീട് ഡയറി എഴുതിയത് കൊല്ലപ്പെടുന്നതിന് 3 ആഴ്ച മുമ്പാണ്. ഇന്നാണ് ഞാൻ ചെന്നുപെട്ടിരിക്കുന്ന കുരുക്കിന്റെ ഗൗരവം അറിഞ്ഞത്. ശിശുപാലൻ എവിടേക്കോ പോകുന്നുവെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് എങ്ങോട്ടാണെന്ന് അയാൾ പറഞ്ഞില്ല. എന്നാലും കാര്യങ്ങളുടെ പോക്കൊന്നറിയാമെന്ന് കരുതി.
അവരുടെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ അയാളുമായി വീണ്ടും സൗഹൃദം സ്ഥാപിച്ചത്. എന്തായാലും അത് ഗുണം ചെയ്തു. ശിശുപാലൻ എന്നയാൾ കേരളത്തിൽ വന്നിട്ട് 5 വർഷം കഴിഞ്ഞിരുന്നു. അയാളുടെ ഫേക്ക് ഐഡിയ ആയിരുന്നു ശിശുപാലൻ എന്ന പേര്. അയാൾക്ക് കൃത്യമായൊരു മേൽവിലാസമില്ലായിരുന്നു. അതായിരുന്നു സത്യം. ശിശുപാലിന് ഏതാണ്ട് 5-6 ഭാഷകൾ നന്നായി സംസാരിക്കാനും വായിക്കാനും കഴിയുമായിരുന്നു. കൂടെയുള്ളവരോട് അയാൾ നല്ല ഒഴുക്കോടെ ഹിന്ദിയിൽ സംസാരിക്കുന്നതും കണ്ടു. പക്ഷേ മലയാളം നന്നായി സംസാരിക്കുകയും വായിക്കുകയും ചെയ്യും. എന്നാൽ എഴുതാൻ അറിയില്ല. അയാൾ ഒരു സ്ഥലത്തും ഒരു വിധത്തിലുമുള്ള എഗ്രിമെന്റിൽ ഒപ്പിടുകയോ എഴുതുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ അയാൾ അവിടെയും കാര്യങ്ങൾ വളരെ വിദഗ്ധമായി തന്നെ കൈകാര്യം ചെയ്തിരുന്നു. അതിനായി ഒരാളെയും ഒരു ഫേക്ക് ഐഡിയിൽ ഒരു പേരുള്ള ആൾ, അതായിരുന്നു ഗിരിധർ. ആ പേരിലായിരുന്നു ശിശുപാലിന്റെ ഇടപാടുകൾ. ബാങ്കിലും രജിസ്ട്രേഷൻ പോലുള്ള ഇടപാടുകളിലും അറിഞ്ഞതിലും വലുതായിരുന്നു ശിശുപാലിന്റെ പിടിപാടുകൾ. അതറിഞ്ഞത് അയാളുടെ കൂടെയുള്ളവരിൽ ചിലരിൽ നിന്നാണ്. ശിശുപാലിന് മനുഷ്യക്കടത്തും മയക്കുമരുന്നിന്റെയും ആയുധങ്ങളുടെയും ഇടപാടുകളും ഉണ്ട്. കേരളത്തിലേക്ക് മയക്കുമരുന്ന് ഇറക്കുമ്പോൾ പകരമായി പോകുന്നത് കൂടുതലും 5 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾ. ഈ കയറ്റി അയക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗവും അവയവ കച്ചവടം ലക്ഷ്യമാക്കിയായിരുന്നു. അതിന് ശിശുപാലിനെ ഹെൽപ്പ് ചെയ്യാൻ ഉന്നതരുടെ മൗനമായ സമ്മതം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അയാളോടൊപ്പം ഉണ്ടായിരുന്ന 4 പേർ കൊല്ലപ്പെട്ടപ്പോൾ അപ്പോൾ തന്നെ ശിശുപാൽ രക്ഷപ്പെടാനുള്ള ഒരുക്കവും നടത്തിയിരുന്നു. അതിനു മുമ്പ് ഏറ്റെടുത്ത ഒരു ജോലി കൂടി പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഒരാഴ്ച മാറി നിന്നത്. പക്ഷേ അനിൽകുമാറിന്റെ ഡയറി അവിടെ അവസാനിച്ചു. പിന്നീട് അയാൾ എഴുതിയിരുന്നത്, മരിക്കുന്നതിന് തലേന്ന് ഒരു ഒറ്റവരിയിൽ ഒതുങ്ങുന്ന സുമ എന്നോട് പൊറുക്കുമെന്ന വിശ്വാസത്തോടെ മാപ്പ് എന്ന് മാത്രമായിരുന്നു. ഡയറി മുഴുവനും വായിച്ചു കഴിഞ്ഞപ്പോൾ സുമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. താൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അനിൽകുമാറിനുണ്ടായിരുന്നുവെന്ന് അറിയാതെ പോയതിൽ കരഞ്ഞുപോയി സുമ. ഒരു വാക്കെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിരിയില്ലായിരുന്നു എന്നും, താൻ കൂട്ടായിരുന്നേനെ എന്നും തോന്നി സുമയ്ക്ക്. ഇനി കരയാനല്ലാതെ എന്ത് ചെയ്യാൻ? ഓരോന്നോർത്ത് സാധനങ്ങൾ വീണ്ടും ഒതുക്കി വെക്കുമ്പോൾ സുമയുടെ ഫോണിൽ തോമസ് മാത്യുവിന്റെ കോള് വന്നു. സുമ എന്തിനാണ് വിളിച്ചിരുന്നതെന്നറിയാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം സുമയെ വിളിച്ചത്. സുമ ഫോണെടുത്തു. തോമസ് മാത്യുവിനെ ഒന്ന് നേരിൽ കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഒപ്പം ഒരപേക്ഷയും, നമ്മൾ കാണുന്നത് മറ്റുള്ള അറിയരുതെന്നു. ലോനപ്പൻ എഴുന്നേറ്റ് മുറ്റത്തുകൂടെ നടന്നു. ഇപ്പോൾ ലോനപ്പന് സ്വയം ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നി തുടങ്ങി. തൻ്റെ ആരോഗ്യം പഴയ പോലെ തിരിച്ചു കിട്ടുമെന്ന്. എന്നും ലോനപ്പൻ ഒരു പ്രതീക്ഷയോടെയാണ് രാവിലെ എഴുന്നേൽക്കുന്നത്. തൻ്റെ കൈ പിടിച്ച് ഈ മുറ്റത്തെത്തിക്കാൻ ഒരാൾ വന്നു. പക്ഷേ ആ ആളിനെ ഇനിയെന്നും കാണണമെന്നും കാണുമോ എന്നും അറിയില്ല. എന്നാൽ ഒരു വാക്ക് തന്നിരുന്നു, ഇനി താൻ വരുമ്പോൾ നടന്നു വന്ന് വേണം എന്നെ സ്വീകരിക്കാനെന്ന്. ഇപ്പോൾ അതിനുള്ള കാത്തിരിപ്പാണ് ലോനപ്പന് ഇപ്പോഴുള്ള ദിവസങ്ങൾ. ഗേറ്റിലേക്ക് കണ്ണു നട്ട് കാത്തിരിക്കുമ്പോൾ ഓർക്കും അയാൾ തനിക്ക് ആരാണെന്ന്. ഒരു ബന്ധവുമില്ലാത്തൊരാൾ. ആരാണ് അയാൾ? ആകെ തന്നിട്ട് പോയതൊരു പേര് മാത്രം, നരേന്ദ്രൻ. ആകെ 2 പ്രാവശ്യം മാത്രമേ ആ മനുഷ്യനെ കണ്ടിരുന്നുള്ളൂ. എന്നാൽ ഒരു ആയുഷ്കാലാത്മബന്ധം ആ കൂടിക്കാഴ്ചയെ തോന്നിയിരുന്നു. എന്നോ എവിടെയോ പിരിഞ്ഞുപോയൊരു ബന്ധത്തിന്റെ വരിഞ്ഞുമുറുകൽ. പക്ഷെ ആര്? അവിടെ ചോദ്യമെത്തുമ്പോൾ കുഴഞ്ഞു മറിഞ്ഞു പോകുന്ന ഏതോ സ്വപ്നം. ഓരോന്നും ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ പിന്നിൽ ചിന്നമ്മ വന്നതറിഞ്ഞില്ല. കണ്ണിലും മനസ്സിലും നരേന്ദ്രൻ എന്ന ആളായിരുന്നു. സുമ തന്റെ കയ്യിലിരുന്ന ഡയറി തോമസ് മാത്യുവിന്റെ കയ്യിൽ കൊടുത്തു. അമ്പരപ്പോടെ അദ്ദേഹം അത് വാങ്ങുമ്പോൾ സുമയെ നോക്കി. സുമയുടെ കണ്ണിലെ കണ്ണുനീരിന്റെ തിളക്കം ഒരു മാത്രം അദ്ദേഹത്തിന്റെ മനസ്സിലും ഒരു നീറ്റിലുണ്ടാക്കി. എന്റെ ഭർത്താവ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനും നിങ്ങൾക്കും ഒരിക്കൽ കളങ്കമുണ്ടാക്കിയെന്നറിയാം. പക്ഷേ അതിനൊരു പരിഹാരം കൂടി അദ്ദേഹം കണ്ടിരുന്നു. അതേ ഡയറി പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. പോട്ടെ. കൂടുതലൊന്നും പറയാതെ സുമ തിരികെ നടക്കുമ്പോൾ അവളെ തിരികെ വിളിച്ചു തോമസ് മാത്യു. അദ്ദേഹം സുമയെ തന്നെ കുറച്ചു നേരം നോക്കി നിന്നു. പിന്നെ ചോദിച്ചു, സുമയ്ക്ക് എന്നെ അറിയാവുന്നത് ഇന്നോ ഇന്നലെയോ അല്ല, മറിച്ച് നിങ്ങളുടെ പഠനകാലത്ത് ഞാനുണ്ടായിരുന്നു നിങ്ങൾക്കിടയിൽ, നല്ലൊരു ഫ്രണ്ടായിട്ട്, അല്ലെങ്കിൽ അതിനും മുകളിൽ. പക്ഷെ അന്നൊന്നും ഞാൻ നിങ്ങളുടെ സ്വകാര്യ കാര്യങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇപ്പോഴും ഇല്ല. പക്ഷേ ഞാനറിയാതെ, എന്നെ ഒന്ന് അറിയിക്കാൻ പോലും പറ്റാത്ത എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം? ഈ ചോദ്യം ഒരു പോലീസുകാരൻ്റെതായി കാണണ്ട. നിങ്ങളുടെ പഴയ കൂട്ടുകാരൻ, അത്രമാത്രം പരിഗണന മതി. തമ്മിൽ പിരിഞ്ഞപ്പോൾ ഒരിക്കലെങ്കിലും സുമയ്ക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നു? ഒരുപക്ഷെ ഞാൻ പറഞ്ഞ അനിൽകുമാർ കേൾക്കാൻ കൂട്ടാക്കിയേനെ. നിങ്ങൾ പിരിയാതിരുന്നേനെ, ശരിയല്ലേ? സുമ മുഖമുയർത്താതെ നിന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അറിയാതൊരു തേങ്ങൽ പുറത്തേക്ക് വന്നപ്പോൾ സാരിയുടെ അറ്റം കൊണ്ട് വായുപൊത്തി നിന്നു. ഉള്ളിലെ കരച്ചിലിന്റെ ഏക്കം കൊണ്ട് അവരുടെ ഉടൽ വിറകൊണ്ടു. സുമയുടെ അവസ്ഥ തോമസ് മാത്യുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അനിൽകുമാറും സുമയും പഠിച്ചിരുന്ന അതേ കോളേജിൽ അവരുടെ സീനിയർ ആയിരുന്നു തോമസ് മാത്യു.
അവരുടെ പ്രണയത്തിന് കൂട്ടുനിന്നവരിൽ ഏറ്റവും അടുത്തൊരാൾ. കോളേജിൽ നിന്ന് പിരിയുമ്പോഴും സർവീസിൽ കയറുമ്പോഴും അനിലിനു കൂട്ടായി തോമസ് മാത്യു ഉണ്ടായി. അനിൽകുമാറും സുമയും ഇരു വീട്ടുകാരുടെയും എതിർപ്പിനെ മറികടന്ന് രജിസ്റ്റർ വിവാഹം കഴിക്കാൻ പുറപ്പെട്ടപ്പോഴും കൂട്ടായി ഉണ്ടായിരുന്നു തോമസ് മാത്യു, ഒരു ജ്യേഷ്ഠനായി. പക്ഷേ അനിലിന്റെ പോക്കിൽ പലപ്പോഴും അപാകത തോന്നിയപ്പോൾ ചോദിച്ചിരുന്നു. അപ്പോഴൊന്നും രണ്ടാളും ഒന്നും പറഞ്ഞില്ല. സാധാരണ കുടുംബ പ്രശ്നം, അത്രേ കരുതിയുള്ളൂ. ഒടുവിൽ പിരിഞ്ഞപ്പോൾ പോലും ഒരു വാക്ക് പറഞ്ഞില്ല രണ്ടുപേരും. തന്നെ അന്യനായി കണ്ടു തുടങ്ങി അവരെന്ന് തോന്നിയപ്പോൾ സ്വയം ഉൾവലിഞ്ഞു. എന്നാലിപ്പോ ഒരു വിധവയുടെ രൂപത്തിൽ സുമയെ കണ്ടപ്പോൾ ഒരു നിമിഷം തോമസ് മാത്യുവിന്റെ മനസ്സിൽ പഴയ ക്യാമ്പസ് കാലം കടന്നു വന്നു. ഇണപിരിയാൻ മടിച്ച് രണ്ട് ദിശയിലേക്ക് പോകേണ്ടവർ ഒരേ ദിശയിലേക്ക് പറന്നവർ. ഇപ്പോ ഒരിണ എവിടെയോ മറഞ്ഞു, മറ്റേത് ഇവിടേക്ക് പറക്കണമെന്നറിയാതെ ആകാശത്ത് വട്ടുവിട്ട് പറക്കുന്നു, ചിറക് കുഴഞ്ഞു പോയ ഒരു പക്ഷിയെപ്പോൽ. സുമയിൽ നിന്നും കരച്ചിൽ മാത്രമാണ് മറുപടിയായി കിട്ടിയത്. അവൾക്കൊന്നും പറയാനില്ലെന്ന് മനസ്സിലായപ്പോൾ പോയിക്കൊള്ളാൻ പറഞ്ഞു തോമസ് മാത്യു. ഒപ്പം മറ്റൊന്നുകൂടി, ഒരു നല്ല ഫ്രണ്ടായി, അല്ലെങ്കിൽ ഒരിക്കൽ നീ പറഞ്ഞ നിനക്ക് പിറക്കാതെ പോയൊരു ചേട്ടനായി എന്നെ കാണാൻ കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ എൻ്റെ അടുക്കൽ വരാം, എപ്പോ വേണേലും. അതിന് നിനക്ക് ആരുടെ അനുവാദം വേണ്ട. മറുപടിയായി സുമയുടെ നിറഞ്ഞ മിഴികൾ മാത്രം കണ്ടു തോമസ് മാത്യു. തല താഴ്ത്തി സാരിയുടെ തുമ്പുകൊണ്ട് തല മറച്ചു നടന്നു നീങ്ങി സുമ. ഒരു സായാഹ്നം തോമസ് മാത്യുവിന് മുന്നിൽ CPO രാജു ഒരു പഴയ പേപ്പർ കട്ടിങ് കൊടുത്തു. അതിലൊരു ഫോട്ടോയും അതിന് കീഴെ തമിഴിൽ ഒരു കോളം വാർത്തയും. തമിഴ് വായിക്കാൻ കഴിയാതെ CPO രാജുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്നും സ്റ്റേഷനിൽ ചായ കൊണ്ടുവന്ന് കൊടുക്കുന്ന തമിഴൻ പയ്യനെ അയാൾ മുന്നിലേക്ക് നീക്കി നിർത്തി. തമിഴ് പയ്യൻ ആ പത്രത്തിലെ വാർത്ത വായിച്ചു. പത്രം ഏകദേശം 2 മാസം പഴക്കമുള്ളതാണ്. പയ്യൻ നാട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നത്. 1 വർഷം മുമ്പ് ഇവിടെ നടന്ന കൊലപാതകങ്ങൾ അവനും അറിയായിരുന്നു. നാട്ടിൽ പോയപ്പോൾ അവിടെയും അതുപോലെ 2 കൊലപാതകങ്ങൾ നടന്നു, അതും ഒരാഴ്ചയ്ക്കുള്ളിൽ. അതിലൊന്നാണിത്. വാർത്തയിൽ സംശയം തോന്നിയത് കൊല്ലപ്പെട്ടതിൽ ഒരാൾ കേരളത്തിൽ നിന്നും പഴയ ഇരുമ്പ് സാധനങ്ങളും പഴയ പേപ്പർ എന്നിവയുമായി മൊത്തം എടുത്തുകൊണ്ട് പോകുന്ന ഒരാളാണ്. പേര് പഴനിവേൽ പെരുമാൾ. ഇയാളെ ചില സമയങ്ങളിൽ അനിൽകുമാർ സാറിനൊപ്പം കണ്ടിട്ടുണ്ട്. അതാണ് തിരിച്ചു വരുമ്പോൾ ഈ പത്ര കട്ടിങ് കൊണ്ടുവന്നത്. തോമസ് മാത്യു ആ പത്ര കട്ടിങ്ങിലെ ഫോട്ടോയിൽ പലവട്ടം നോക്കി. ഇങ്ങനെ ഒരാളെക്കുറിച്ച് അനിൽകുമാരുടെ ഡയറിയിൽ എഴുതിയിരുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയി. കൊല്ലപ്പെട്ടെന്ന് കരുതിയിരുന്ന ശിശുപാലിന്റെ ബന്ധങ്ങളിൽ ഒരു കണ്ണിയാണ് ഈ പെരുമാളെന്ന് തോന്നി. പക്ഷേ തെളിവില്ല. ഇതും പൊക്കി പിടിച്ചിനി ACPക്ക് മുന്നിൽ ചെന്ന് കേസിന്റെ വഴിത്തിരിവിനൊരു തുമ്പെന്നും പറഞ്ഞു ചെന്നാ താനാകും വീട്ടി. CPO രാജുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ഒന്ന് തലയാട്ടി തോമസ് മാത്യു. പിന്നെ പേപ്പർ കട്ടിങ് എടുത്ത് മേശവലിപ്പിലിട്ടു. ഒരു തുമ്പും ഇതുവരെ ആ കേസിൽ കിട്ടിയിട്ടില്ല, പിന്നെ എവിടെ പോയി തപ്പും എന്ന് സ്വയം പെറുപെറുത്തു. വിജനമായി കിടക്കുന്ന മലമടക്കുകൾ, അതിനു മീതെ പറന്നകലുന്ന വെൺമേഘങ്ങൾ, മേഘത്തിന്റെ ചെറുവിടവുകൾക്കിടയിലൂടെ എത്തി നോക്കുന്ന സൂര്യരശ്മികൾ, മലമുകളിലെ പച്ചില ചാർത്തുകളിൽ എത്തി നോക്കുന്നു. ചെറിയ കാറ്റ് വീശുന്നുണ്ട്. അതിന്റെ തലോടലേറ്റ് അയാളുടെ മുടിയിഴകൾ അനുസരണയില്ലാതെ പറന്ന് മുഖം മറയ്ക്കുന്നു. കുറേ നേരായി അയാളുടെ കണ്ണുകൾ അകലെ കാണുന്ന വലിയൊരു പാറക്കെട്ടിൽ തന്നെയായിരുന്നു. അതിലങ്ങിങ്ങായി നിലകൊള്ളുന്ന ചില ചെറുമരങ്ങളും കുറ്റിച്ചെടികളും. കാറ്റിന്റെ മർമരം ചെവിയിൽ മൂളുമ്പോൾ അയാളുടെ കണ്ണും കാതും ആരുടെയോ വിളിയൊച്ച കേൾക്കാനെന്ന പോലെ കാതോർത്തു. പിന്നെ നിരാശയോടെ സ്വയം തലകുലുക്കി നിഷേധരൂപേണ പിറുപിറുത്തു. ഇനി ആരും ബാക്കിയില്ല. തന്റെ വരവിന്റെ ലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞു. സ്വർഗം ഭൂമിയിൽ കണ്ടതാണ്. സ്വപ്നം കണ്ടു ഒരുപാട്. പക്ഷേ അതാർക്കോ ഇഷ്ടപ്പെട്ടില്ല. ഒരുപക്ഷെ ദൈവത്തിനാകും, അല്ലെങ്കിൽ ദൈവത്തെ വെല്ലുവിളിക്കുന്ന ആർക്കോ. പക്ഷേ നഷ്ടം വന്നത് തനിക്ക് മാത്രം. അതിലൊരു നീതി നിഷേധം തനിക്ക് മാത്രം. കൂട്ടിയ കണക്കുകളിൽ എവിടെയോ ഒന്ന് പിഴച്ചു. ആ പിഴവിൽ എല്ലാം കടപുഴകി. ഓർമ്മകളിൽ അയാളുടെ മനസ്സും കാലവും മാറിയവിടെ. മണലാരണ്യത്തിൽ ചുട്ടുപൊള്ളുന്ന വെയിലിന്റെ കാഠിന്യം. അറബിയുടെ തെറിവിളിയും അടിയുമേറ്റ ഒരാൾ, മുഹമ്മദ് റാഫി. ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു പാവമാണെന്ന് തോന്നി. അവന്റെ നിറഞ്ഞ കണ്ണുകളിൽ പട്ടിണിയുടെ രൂക്ഷത അറിഞ്ഞു. ഒട്ടകക്കൂട്ടത്തിന് ഒപ്പമുള്ള ജീവിതം. അവന്റെ ദയനീയമായ നോട്ടവും അപേക്ഷയും കൂടെ കൂട്ടാൻ മനസ്സിൽ തോന്നിച്ച നിമിഷം. അതായിരുന്നു തന്റെ പരാജയം. 3-4 വർഷം അവനെ കൂടെ കൂട്ടി. ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് ഒടുവിൽ അവന്റെ രാജ്യത്തേക്ക് പറക്കുമ്പോൾ അവൻ കെട്ടിപ്പിടിച്ചു. ഒരുപാട് കരഞ്ഞു. അവൻ താൻ ചെയ്തു കൊടുത്ത ഉപകാരങ്ങളിൽ മനസ്സ് തുറന്ന് നന്ദി പറഞ്ഞു. വീണ്ടും വരാമെന്ന വാക്കിൽ പറന്നുയരുമ്പോൾ ഉള്ളിലൊരു നീറ്റൽ തോന്നി. ഏറ്റവും അടുത്ത് ആരോ വേർപെട്ടു പോകുന്ന പോലെ. പക്ഷേ അവിടെ തന്റെ വിധി താൻ തന്നെ ഇരുന്ന് വാങ്ങുകയായിരുന്നു. അറിയാത്ത കാണാത്ത ഏതോ ഒരാൾ കൊല്ലപ്പെട്ടത്. അതിൽ പ്രതി താനായി. കൊലപാതകം.
ജീവിതം ഏതോ രാജ്യത്തിന്റെ വിധിയിൽ കെട്ടടങ്ങുമെന്നായപ്പോ ആരൊക്കെയോ വന്നു തനിക്ക് വേണ്ടി. പതിയെ അറിഞ്ഞു താൻ കരുണ തോന്നി കൂടെ കൂട്ടിയവൻ തന്നെ തനിക്കൊരു ചതിക്കുഴി ഒരുക്കിയതാണെന്ന്. തന്റെ ഒപ്പം നിഴലായ ആത്മാവായി കൂടെ നിന്നു. പിന്നെ വലിയൊരു പദ്ധതി ഒരുക്കി. അതിൽ കയ്യാളായി മറ്റു ചിലരും. ലക്ഷ്യം താൻ പടുത്തുയർത്തിയ ബിസിനസ് കൈപ്പറ്റുക. തന്നെ ആ രാജ്യത്തിന്റെ നിയമത്തിന് മുന്നിൽ കുറ്റവാളിയാക്കുക. അതിലൂടെ തന്റെ വിയർപ്പ് അധ്വാനവും അവരുടേതാക്കുക. തനിക്ക് ചുറ്റും തീർക്കപ്പെട്ട പത്മവ്യൂഹം അതിലറിയാതെ പെട്ടു. ഭാഗ്യം കൈവിടാതിരുന്നതുകൊണ്ട് 6 മാസം തടവറയിൽ. തനിക്കെതിരെ പല ആരോപണങ്ങളും ഉയർന്നു. ആരോപണങ്ങൾ ഉയർത്തിയവരിൽ പലരും ആത്മമിത്രങ്ങൾ. പുറമേ ചിരിച്ചുകൊണ്ട് അകത്തെ വിഷത്തെ പ്രതിയോഗിയുടെ മർമ്മത്തിൽ കുത്തിയിറക്കിയവർ. ആരെന്നറിഞ്ഞപ്പോൾ തോന്നിയത് പകയായിരുന്നില്ല, മറിച്ച് സഹതാപായിരുന്നു. പുറത്തിറങ്ങുമ്പോൾ ഒന്നും ബാക്കിയില്ലായിരുന്നു. ആകെ അവശേഷിച്ചത് കുറച്ചു പേരോടുള്ള കടപ്പാട് മാത്രം. അതിലൊന്ന് താൻ അറിയാതെ തന്നിൽ ആരോപിക്കപ്പെട്ട കൊലപാതകത്തിന്റെ ഇരയുടെ അമ്മയും ഭാര്യയും. അവരുടെ മാപ്പിൽ പുനർജന്മം കിട്ടിയപ്പോൾ അറിഞ്ഞത് മറ്റൊന്ന്. മുഹമ്മദ് റാഫി എല്ലാത്തിനും കടമൊരുക്കി തന്ത്രത്തിൽ കടൽ കടന്നു. തന്റെ സമ്പാദ്യവുമായി വിശ്വസിച്ചേൽപ്പിച്ചതിലേറെയും അവനിൽ ചെന്നു ചേർന്നു. ചതിയുടെ 1-ാം ഘട്ടം അവിടെയായിരുന്നു. തന്നെ ഇരുട്ടറയിൽ തള്ളിയിട്ട് കടൽ കടന്ന് അവനെത്തിയത് ഇവിടെ, തന്റെ ഭാര്യാപിതാവിനടുത്ത്. കഥയറിയാതെ ആട്ടം കാണുകയായിരുന്നു ആ വൃദ്ധൻ. ഒരു പരിചയപ്പെടൽ, പിന്നെ തന്റെ അറിവിന്റെ ഭാണ്ഡം തുറന്നപ്പോൾ അതിൽ മയങ്ങി. പുതിയൊരു വീടെന്ന സ്വപ്നം അവരിൽ നിറച്ചു. താനാദ്യം അയച്ചിരുന്ന പൊന്നും പണവും കൊണ്ട് അവനൊരു സ്വപ്ന സൗധം പണിതുയർത്തുമ്പോൾ പാവം അവരറിഞ്ഞില്ല അതൊരു അരക്കില്ലമെന്ന്. സത്യങ്ങൾ മറന്നീക്കി പുറം കാഴ്ചകളിലേക്ക് വന്നപ്പോൾ ആദ്യം അച്ഛനെ, പിന്നെ തന്റെ മകൾ, 5 വയസ്സുള്ളൊരു കുഞ്ഞിനെ എങ്ങനെയെല്ലാം പീഡിപ്പിക്കാൻ കഴിയുമോ അതെല്ലാം അവനും അവന്റെ കൂട്ടാളികളും കൂടെ ചെയ്തു തീർത്തു, പെറ്റമ്മയുടെ മുന്നിൽ വെച്ച്. ഒടുവിൽ അവളും താൻ തന്റെ പാതിയായി കൊണ്ടു നടന്നവൾ ഉമ്മ. ലോകത്തിന്റെ ചതിയും വഞ്ചനയും അറിയില്ലായിരുന്നു അവൾക്ക്. ഒരു പൊട്ടിപ്പെണ്ണ്. എന്തിനും ഏതിനും ആദ്യം കലഹിച്ച് പിന്നെ സ്നേഹം കൊണ്ട് പൊതിയുന്നൊരു മണ്ടി. അതിന്റെ മനസ്സിൽ മോഹങ്ങൾ വാരി നിറച്ച് ചതയിൽ അവളെയും വീഴ്ത്തുമ്പോൾ അവൻ എന്തായിരുന്നു മോഹിച്ചിരുന്നത് അതെല്ലാം കൈക്കലാക്കി. തന്റെ വരവറിയാതെ പോയതായിരുന്നു മുഹമ്മദ് റാഫി എന്ന മൃഗത്തിന്റെ പതനം. കൂടെയുള്ള ഓരോന്നിനെയും അവർ ചെയ്ത കൃത്യത്തിന്റെ അതേ നാണയത്തിൽ കൊന്നുതള്ളി. വേദനയുടെ ഓരോ മുഖവും കാണിച്ചു കൊടുത്തു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ പോലും ഈ വിധി അവിടെയും ചിലപ്പോൾ ഒരു ഓർമ്മയായി ശേഷിക്കും വിധം കോടതി താനായി, ന്യായാധിപനും താൻ തന്നെ, ആരാച്ചാരും. എല്ലാ ഒടുക്കം മുഹമ്മദ് റാഫി എന്ന ശിശുപാലൻ ആരും അറിയാതെ എവിടെയോ മറഞ്ഞു. ശിശുപാലൻ മുഹമ്മദ് റാഫിയാണെന്ന സത്യം അനിൽകുമാറിന്റെ ഡയറിയിൽ നിന്നും പോലീസ് കണ്ടുപിടിക്കും. ശിശുപാലൻ എന്നയാൾ എവിടെയെന്ന് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അയാളുടെ ഒരു രീതിയിലുള്ള ഐഡികളും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ അയാൾ തന്റെ രഹസ്യങ്ങൾ അറിയാവുന്ന കൂട്ടാളികളെ നിഷ്കരണം കൊന്നുകളയുകയും സ്വയം ഒരു മിസ്സിംഗ് ഡ്രാമ പ്ലാൻ ചെയ്ത് രാജ്യം വിടുകയോ അല്ലെങ്കിൽ ആൾമാറാട്ടം നടത്തി മറ്റേതോ സംസ്ഥാനങ്ങളിൽ കടന്നുപറ്റുകയോ ചെയ്തിരിക്കാമെന്ന നിഗമനത്തിൽ കേസ് ക്ലോസ് ചെയ്യും. അതേ മാർഗമുള്ളൂ. താനെന്ന വ്യക്തി ആരെന്ന് ആർക്കും അറിയില്ല. ലോനപ്പിന് മുന്നിൽ താനിട്ട് കൊടുത്ത പേര് മിഥ്യയാണെന്ന് ലോനപ്പിന് കാലം എപ്പോഴെങ്കിലും ബോധ്യപ്പെടുത്തും. അകലെ കുന്നിന്റെ മുകളിൽ കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നതും നോക്കി നിന്നു അയാൾ. ലോനപ്പന്റെ മനസ്സിലെ നുറുങ്ങു വെളിച്ചത്തിന് മിഴിവ് നൽകിയ ലോനപ്പൻ കാണാൻ കാത്തിരിക്കുന്ന നരേന്ദ്രൻ. CI തോമസ് മാത്യു പുതുതായി ചാർജ് എടുത്ത ACPക്ക് മുന്നിൽ സല്യൂട്ട് ചെയ്തു. തന്റെ മുന്നിൽ നിൽക്കുന്ന CIയും തോമസ് മാത്യുവിനെ നോക്കി. പിന്നെ മേശപ്പുറത്തിരുന്നൊരു ഫയൽ അദ്ദേഹത്തിന് നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഈ ഫയൽ എത്രയും വേഗത്തിൽ ഒരു നിഗമനത്തിലെത്തിച്ച് റിപ്പോർട്ട് തയ്യാറാക്കണം. അതിന്റെ കോപ്പി മുകളിലേക്ക് ഫോർവേഡ് ചെയ്യണം. ഓക്കെ? CI തോമസ് മാത്യു തന്റെ ഓഫീസിലിരുന്ന് ACP ഏൽപ്പിച്ച ഫയൽ തുറന്നു. അതിൽ SI അനിൽകുമാർ അടക്കം 5 കൊലപാതകവും ഒരു തിരിച്ചറിയാത്ത ബോഡിയും പിന്നെ അതിനോട് ബന്ധപ്പെടാവുന്ന ഒരു മാൻ മിസ്സിംഗും ഉണ്ടായിരുന്നു. ഈ കേസ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ മുകളിൽ നിന്നും നല്ല സമ്മർദ്ദമുണ്ടെന്ന് തോമസ് മാത്യുവിന് അറിയാമായിരുന്നു. കാരണം ശിശുപാലനുമായി ചിലർക്കുണ്ടായിരുന്ന ബന്ധങ്ങൾ മാധ്യമങ്ങൾ കുത്തിപ്പൊക്കാൻ ചില സാധ്യതകൾ ഉണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനൊരു പ്രതിരോധം തീർക്കുക സർക്കാരിന്റെ ലക്ഷ്യമാണ്. ഒടുവിൽ അതിനും സമാപ്തിയെന്ന് മനസ്സിൽ പറഞ്ഞ് CI തോമസ് മാത്യു ഒരു റിപ്പോർട്ട് തയ്യാറാക്കി തുടങ്ങി. ശിശുപാലൻ എന്ന മുഹമ്മദ് റാഫി ഒരു തീവ്ര മനോഭാവമുള്ള വ്യക്തിയായിരുന്നുവെന്നും അയാളുടെ ID പൂർണ്ണമായ വ്യാജമായിരുന്നുവെന്നും പിടിക്കപ്പെടുമെന്ന് ബോധ്യമായപ്പോൾ തന്റെ രഹസ്യങ്ങൾ പുറത്താക്കാതിരിക്കാൻ അയാൾ കൂട്ടാളികളെ കൊലപ്പെടുത്തി സ്വയം രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു എന്നും പോലീസ് അന്വേഷണം തുടരുമെന്നും റിപ്പോർട്ട് തയ്യാറാക്കി. ആയുർവേദ ആശുപത്രിയിലെ ലോനപ്പന്റെ ചികിത്സ പൂർത്തിയായി. ലോനപ്പൻ പൂർണ്ണ ആരോഗ്യവാനായി. നടക്കാനും ഇരിക്കാനും ഭാരമുള്ള വസ്തുക്കൾ എടുക്കുന്നതിനും പ്രാപ്തനായി. പഴയ ഉത്സാഹം അയാളിൽ തിരിച്ചെത്തി. ചിന്നമ്മയിലും അതിന്റെ ഉണർവുണ്ടായിരുന്നു. പോകാനുള്ള അനുവാദം വൈദ്യർ കൊടുക്കുമ്പോൾ
അവിടുത്തെ ചിലവിന്റെ മുഴുവൻ തുകയും അടച്ചിരുന്ന ബിൽ ലോനപ്പന് വിശ്വസിക്കാൻ കഴിയാത്തൊരു തുകയായിരുന്നു. അത് ലോനപ്പൻ അവിടെ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പേ അടച്ചു തീർത്തിരുന്നു. ഒപ്പം ഒരു കത്തും, ഒരു തീരാധാരത്തിന്റെ പകർപ്പും. ആധാരം ലോനപ്പൻ പണിപ്പെടുത്തിയ 2 വീടുകളുടെയുമായിരുന്നു. അതിന്റെ എല്ലാ ബാധ്യതയും തീർത്തിരുന്നു. കത്തിൽ ഇത്രമാത്രം: വന്നു കണ്ട് യാത്ര അയക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ ആരെന്നത് ഞാൻ മാത്രം അറിയുന്നൊരു സത്യമായി നിലനിൽക്കട്ടെ. വിളിക്കാനൊരു പേര് ഞാൻ തന്നിരുന്നല്ലോ. ആ പേരിലൂടെ ലോനപ്പനും മോനും ചിന്നമ്മയ്ക്കും എൻ്റെ ആശംസകൾ. എന്നെങ്കിലും എപ്പോഴെങ്കിലും കാണാം. എന്ന് നിങ്ങൾക്കായി, നരേന്ദ്രൻ. നരേന്ദ്രൻ ഒരു പക്ഷേ നിങ്ങളിൽ ആരുമാകാം. കാലത്തിന്റെ നെറുകേട്ടിൽ നിയമവും അധികാരങ്ങളും ചിലർക്ക് മാത്രമായി മാറുമ്പോൾ അവിടെ ഇതുപോലെ ഇനിയും നരേന്ദ്രന്മാർ പുനർജനിക്കും. സ്വപ്നം കാണാൻ തുടങ്ങുന്ന പ്രായത്തിൽ കാമത്തിന്റെ കണ്ണിലൂടെ കുരുതി കഴിക്കാൻ വിധിക്കപ്പെട്ട പെൺകുട്ടികളുടെ രക്ഷയ്ക്ക് നമ്മളും നമ്മുടെ മക്കൾക്കായി ഒരു ജന്മം എടുക്കുന്നു. നരേന്ദ്രനായി, കാമപ്രാന്തരായ മനുഷ്യനെ ജയിക്കാൻ. ഡിയർ ഫ്രണ്ട്സ്, ഈ കഥ ഇവിടെ അവസാനിച്ചു. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. കൂടുതൽ നല്ല കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.